എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലെ ഒരു ക്യാരക്ടർ സ്റ്റഡി നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ആദ്യം നമ്മൾ ഹാബേലിനെ കണ്ടു. അതിനുശേഷം ഹാനോക്കിനെ കുറിച്ച് അല്പം ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതിനുശേഷം നോഹയുടെ കാലത്തുണ്ടായിരുന്ന പ്രളയത്തിലുള്ള നോഹ പെട്ടകത്തിൽ കുടുംബത്തോടൊപ്പമായിരുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടതും നമുക്ക് കാണാനിടയായി തീർന്നു. ഇന്ന് അതിന്റെ 7-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ചെയ്തത്. ഇനി അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്ന് താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവനും ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പ്രസംഗിച്ചാലും ചിന്തിച്ചാലും ധ്യാനിച്ചാലും തീരാത്ത ഒരു ഒരു വ്യക്തിയാണ്, അഥവാ ദൈവസന്നിധിയില് ആ പ്രാഗൽഭ്യത്തോടെ നിന്നൊരു വ്യക്തിയാണ് അബ്രഹാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങള് 8-9-10 വാക്യങ്ങള് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. അതിനുശേഷം 11-ാമത്തെ വാക്യത്തിൽ സാറയെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത പ്രാവശ്യം നമുക്ക് സാറയെ കുറിച്ച് ധ്യാനിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 8-9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തിന് കൂട്ടാളികളായി തീർന്ന ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായിട്ട് കാത്തിരുന്നു. ഇവിടെ ഒരു അബ്രഹാമിനെ കുറിച്ചും അബ്രഹാമിന്റെ പുറപ്പാടിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. വിശ്വാസത്താൽ അബ്രഹാം പുറപ്പെട്ടു. വിശ്വാസത്താൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശം എന്താണെന്നൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ പുറപ്പെട്ട ഒരു അബ്രഹാമിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ അബ്രഹാം ആയിരുന്ന അവസ്ഥകളും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിവരിക്കാനും പഠിക്കാനാണെങ്കിലും ധാരാളം കാര്യങ്ങളുണ്ട്. എങ്കിലും ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് എന്റെ ഹൃദയത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം നിറച്ച ഒരു അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മേരിക്കുട്ടി ആന്റിയുടെ അവിടുത്തെ മീറ്റിങ്ങിന് ഞാൻ അബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞത് 15-ാമത്തെ അധ്യായത്തിൽ നിന്ന്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു ഭാഗം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതയാത്ര തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് തുടങ്ങുന്നത്. 12-ാമത്തെ അധ്യായം മുതൽ 22-ാം അധ്യായം വരെ അബ്രഹാമിനെ കുറിച്ചാണ്. ആ 10-11 ചാപ്റ്ററില് ഒരു വ്യക്തിയെ കുറിച്ച്, അതിനിടയ്ക്ക് ചില ചെറിയ ചെറിയ സംഭവങ്ങൾ കയറി വരുന്നു എന്നതൊഴിച്ച്, ലോത്തിനെ കുറിച്ച് ഒഴിച്ച് ബാക്കിയൊക്കെയും അബ്രഹാമിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സംഭവം. അബ്രഹാമിന്റെ ചരിത്രമാണ്. ദൈവം ഇടപെട്ടതിനെ കുറിച്ചും അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചും അബ്രഹാമിനെ നീതിമാനായിട്ട് കണക്കിട്ടതിനെ കുറിച്ചുമൊക്കെ വളരെയധികം വിസ്തരിച്ചിരിക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ് അതിനിടയ്ക്കുള്ള. ഏറ്റവും അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നു. സകലത്തെയും സൃഷ്ടിച്ചവനായ ഒരു ദൈവം, സകലത്തിന്റെയും കാരണഭൂതനായ ഒരു ദൈവം, അതിശക്തിമാനായ ഒരു ദൈവം, നമ്മുടെ രാജാവായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിനുടമയായിരിക്കുന്ന ദൈവം ഈ താണഭൂമിയിൽ വെറും ഒരു മനുഷ്യനോട് ഉടമ്പടി ചെയ്യാൻ തക്കവണ്ണം അപ്രകാരം തിരഞ്ഞെടുത്തൊരു മനുഷ്യനായിരുന്നു അബ്രഹാം. അങ്ങനെയാണെങ്കിൽ നമ്മളോടൊക്കെയും തന്റെ പുത്രനായ യേശു ക്രിസ്തു മൂലം ഈ പിതാവ് ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമ്മൾക്കുള്ളത് ഒരു റിന്യൂഡ് കവനന്റ്. അത് പുതിയ കവനന്റ് അല്ല, റിന്യൂഡ്. ആ വാക്ക് അവിടെ അങ്ങനെയാണ് അതിന്റെ കൃത്യമായിട്ട് പറയുന്നത്. ഒരിക്കലും കർത്താവ് യേശു ക്രിസ്തു പുതിയതൊന്നും അവിടെ ഉണ്ടാക്കുമായിരുന്നില്ല. ഈ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയുടെ മേലല്ല, അതിന്റെ എല്ലാം ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്ന് അന്ന് വരെ ദൈവം പറഞ്ഞതൊക്കെയും മനുഷ്യൻ കാതുകൊണ്ട് കേട്ടുവെങ്കിലും അവന്റെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകാഞ്ഞിട്ട് ഒരു പുതിയ ഉടമ്പടി വന്നപ്പോൾ ദൈവം അവന്റെ വചനത്തെ ആ പുതിയ റിന്യൂഡ് ഉടമ്പടി നിമിത്തം അവന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതുന്നതാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് ചെയ്ത ഉടമ്പടി. നമുക്കിന്ന് അബ്രഹാമിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. നമുക്ക് ഇവർക്കും അറിയുന്ന ഭാഗമാണല്ലോ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്
ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അവിടെ രണ്ട് വെർബ്, രണ്ട് ക്രിയ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഒന്ന്, നീ വിട്ട് പുറപ്പെടണം. രണ്ട്, നീ പോകണം. ഈ രണ്ട് കാര്യമാണ് ദൈവം അവനോട് പറയുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തില് ദൈവത്തിന് പറയാനുള്ളത്, ചിലതിനെ നമ്മൾ വിടണം, വിട്ടു പുറപ്പെടണം, അതിനുശേഷം പോകണം. വിടാതെ ഒരിക്കലും പുറപ്പാട് സംഭവിക്കത്തില്ല. ചിലതിനെ വിടാതെ നമുക്ക് ദൈവം കാണിക്കുന്ന ദിശയിലേക്ക് പോകാൻ നമുക്ക് കഴിയത്തില്ല. അതിനുശേഷം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. യഹോവ കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഇങ്ങനെ തുടങ്ങുന്നു അബ്രഹാമിന്റെ പുറപ്പാടിനെ കുറിച്ച്. അപ്പോൾ ആ വാക്യം വായിച്ചപ്പോൾ ഒരു കാര്യം എന്റെ മനസ്സിൽ ഓടിക്കേറി വന്ന് നിങ്ങളോട് അത് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിനകത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്നു, ഞാനും അതിനകത്ത് ഉൾപ്പെടുന്നു. ഭൂമിയിലെ സകല വംശങ്ങൾക്കകത്ത് ഉൾപ്പെട്ട നമ്മൾക്കുള്ള അനുഗ്രഹം ഇവിടെ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തില് അതേ ഒരു പ്രൊഫറ്റിക് അനോയിന്റിങ്ങില്, ഒരു പ്രവചന ആത്മാവില്, ഒരു പ്രവചന വാക്യത്തോടുകൂടി ദൈവം അബ്രഹാമിന് കൊടുത്തിരിക്കുക. ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ഭാഷയിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഓൾ ദ നേഷൻസ് ഓൺ ദി എർത്ത് വിൽ ബി ബ്ലസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഒറിജിനൽ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഓൾ ദ നേഷൻസ് ഓഫ് ദി എർത്ത് വിൽ ബി ഗ്രാഫ്റ്റഡ് ഇൻ ടു, ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ അനുഗ്രഹിച്ചു വിടുകയല്ല, പിന്നെയോ ഒട്ടിച്ചു ചേർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനോട് അന്നേ ദൈവം പറഞ്ഞു, എന്നെ നിങ്ങളെ ഒട്ടിച്ചു ചേർക്കുമെന്ന്. ദൈവ രാജ്യത്തിലേക്ക് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തിലേക്ക് ക്രിസ്തു മുഖാന്തരം അത് വെളിപ്പെട്ട് വന്നത് എവിടെയാണ്? പുതിയ നിയമത്തില്. അതെ, അവിടെ പിന്നെ ഗോസ്പലില് കർത്താവ് യേശുക്രിസ്തു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവനാ കാൽവരി ക്രൂശിലെ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഓരോ അപ്പോസ്തലന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അതെ, നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചു ചേർത്തിരിക്കുന്നു. 3-ാമത്തെ വാക്യത്തില് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കപ്പെടുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് കടന്നു വരാം. അബ്രഹാമിനെ കുറിച്ചാണല്ലോ നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മളിവിടെ വിശ്വാസത്താൽ പുറപ്പെട്ട അബ്രഹാമിനെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവിടെ അബ്രഹാമിനോട് പറയുന്നു, നീ പോക എന്ന് ആര്? ദൈവം അബ്രഹാമിനോട് പറയുക. ആ പോക എന്നുള്ള വാക്ക് യു ഗോ, എന്റെ എബ്രായ വാക്ക് ലഖ എന്ന് പറയുമ്പോഴേ അതിന് വീണ്ടും ഒരു ആഴമുണ്ട്. വെറും പോകാനല്ല പറയുന്നത്. നമ്മൾ പലരോടും പറയും, നീ അങ്ങോട്ടൊന്ന് പോ. നമ്മുടെ കുഞ്ഞിനോട് പറയും, മോനെ നീ പോയി അവിടുന്ന് സാധനം വാങ്ങിച്ചോണ്ടോ, നീ പോ, യു ഗോ എന്ന് പറയും. ആ പറയുമ്പോഴേ അതിനകത്ത് വലിയൊരു കാര്യമില്ല. നമ്മൾ പറയുന്ന ആ കാര്യം സാധിച്ചു മടങ്ങി വരണം എന്നുള്ളതാണ്. അപ്പം പോക എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അതൊരു ഉദ്ദേശത്തോടു കൂടിയാ പറയുന്നത്. ഇവിടെ ദൈവം അബ്രഹാമിനോട് പോക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരർത്ഥം എന്താന്ന് ചോദിച്ചാൽ, നീ പോകുന്നത് വെറുതെ അല്ല, നിന്റെ പോക്കിൽ നിന്റെ കൂടെ ഒരു അനുഗ്രഹം കൂടെ കയറി വരുന്നുണ്ട്. there is a blessing in your going എന്നാണ് ദൈവം പറയുന്നത്. നീ വെറുതെ അങ്ങ് പോകുവല്ല, നീ വെറുതെ ആകാശത്ത് മുഷ്ടിയുദ്ധം ചെയ്യുകയല്ല, നമ്മൾ വെറുതെ ഇവിടെ കൂടി വന്നിരിക്കുകയല്ല, നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ അല്ല. there is a blessing attached to that. അതിന്റെ കൂടെ ഒരു അനുഗ്രഹം കൂടെ വെച്ച് ചേർത്തിട്ടുണ്ട് ദൈവം. അതിന് പക്ഷെങ്കിൽ അബ്രഹാമിനോട് പറയാം, അത് നീ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം, നീ തന്നെ പാദങ്ങൾ എടുത്തു വെക്കണം. പലമുടൻ തന്നെ നിനക്ക് പറഞ്ഞ് അപ്പന്റെ വീട്ടിൽ നിനക്ക് നിൽക്കാം. പക്ഷെങ്കില് ഞാൻ നിന്നോട് പറയാ, വിട്ട് പുറപ്പെട്ട് നീ പോ. ആ പോകുന്ന പോക്കില് ആ നിന്റെ കൂടെ പിന്നാലെ വരുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതാ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നന്മയും കരുണയും ദീർഘായുസ്സൊക്കെ എന്റെ പിന്നാലെ കടന്നു വരും. മേഴ്സി ആൻഡ് ട്രൂത്ത്, മേഴ്സി ആൻഡ് ഗ്രേസ്, അത് എന്റെ പിന്നാലെ കടന്നു വരുമെന്ന് പറയുന്നത്. എന്റെ ദൈവത്തെ ഞാൻ എന്റെ ഇടയനാക്കി തീർക്കുമ്പോഴേ എന്റെ പിന്നാലെ വരുന്നൊരു കാര്യമാണ്. അതിന്റെ പിന്നാലെ ഞാൻ ഓടണ്ട, എന്റെ പിന്നാലെ അത് വന്നുകൊള്ളും. ഇവിടെ അബ്രഹാമിനോട് പറയാം, നീ പോക എന്ന് പറയുമ്പോഴേ അബ്രഹാമിന്റെ പിന്നാലെ
പിന്നാലെ ചിലതൊക്കെ ദൈവം അങ്ങനെ പിന്നാലെ പായിച്ചങ്ങ് വിടുക ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചാല്, അബ്രഹാം അവിടുന്ന് പിതാവിന്റെ ഭവനത്തിൽ നിന്ന് എവിടെ ഊരിന്റെ ദേശത്ത് നിന്ന് അബ്രഹാം അവിടുന്ന് പുറപ്പെടുക. ഊരിന്റെ ദേശത്ത് നിന്ന് പുറപ്പെട്ടിട്ട് അബ്രഹാം അവിടെ ഒരു നദി അവിടെ കടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു അതിന്റെ മാപ്പ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നത് ഒരിക്കലും പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് കാണണം. എന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ആ സന്തോഷം ഒന്ന് അറിയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അബ്രഹാമിന്റെ യാത്ര ഈ കാണുന്നത്, ഈ റെഡ് ലൈന്. അബ്രഹാം യാത്ര പുറപ്പെടുന്ന ഇവിടുന്ന് ഊരിൽ നിന്ന്, കൽദയ ദേശത്തെ ഊരിൽ നിന്ന് പുറപ്പെടുക. ഇസ്രായേൽ ഇവിടെ കിടക്കുന്നത്. ഇസ്രായേൽ ഇവിടെ കിടക്കുമ്പോൾ ഇതെന്താ കിഴക്ക് ഭാഗമാ. ഊരിൽ നിന്ന് പുറപ്പെട്ട് അബ്രഹാം ഇങ്ങനെ വന്നിട്ട് കണ്ട മെസൊപ്പൊത്താമിയ വഴി യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദി. നമ്മള് ജോഗ്രഫിയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, സാർമാരൊക്കെ തല്ലി പഠിപ്പിച്ചിട്ടുള്ള യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദി ഇവിടെയാണ്. ആ നദി കടന്നിട്ട് അബ്രഹാം ഇവിടെ പോയിട്ട് ഹാരാനി വന്നു. ഹാരാനി വന്നപ്പോ അബ്രഹാമിന്റെ അപ്പൻ മരിക്കുക. അപ്പം അബ്രഹാമിന്റെ കൂടെ ആരുണ്ട്? ലോത്തും ഉണ്ട്. ഇവിടുന്ന് പുറപ്പെട്ട് നദി കടന്ന് ഹാരാനി വന്നു. അവിടെ അപ്പൻ മരിച്ചു. മരിച്ചതിന് ശേഷം അബ്രഹാം താഴേക്ക് യാത്ര ചെയ്ത് അബ്രഹാം ഇവിടെ വരിക, ബഥേലില്, ഹെബ്രോനില് എന്ന് പറഞ്ഞാൽ ഇസ്രയേലില്. ഇവിടെ വന്നപ്പോ അവിടെ ഒരു ക്ഷാമം ഉണ്ടായി. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തില് ക്ഷാമം വന്നപ്പോ അബ്രഹാം പതുക്കെ എന്തോ ചെയ്തു, ഈജിപ്തിലോട്ട്, മിസ്രൈമിലോട്ട് പോയി, ദൈവത്തോടൊരു ആലോചന ഒന്നും ചോദിക്കാതെ. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഈജിപ്തിലെ ഫറവോന് സാറ സൗന്ദര്യവതിയാണെന്ന് കണ്ടു. അവിടെ കള്ളം പറയേണ്ടതായിട്ട് വന്നു. എന്തായാലും കൊള്ളാം, അവിടുന്നെല്ലാം തപ്പിക്കൊടഞ്ഞെഴുന്നേറ്റ് അവിടുന്ന് അബ്രഹാമിനെ പുറത്താക്കി ബഹുസമ്പന്നനായിട്ട് അബ്രഹാം തിരിച്ചു വന്ന് അബ്രഹാം ഇവിടെ താവളം അടിക്കുന്ന ഇവിടെ ഹെബ്രോനില. ഈ ഡയഗ്രം നിങ്ങളൊന്ന് കാണണം. കണ്ടോ, അബ്രഹാം ഇവിടുന്ന് യാത്രയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു യാത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അബ്രഹാം താവളം അടിക്കുന്നത് ഇവിടെ ഹെബ്രോനില. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിന്റെ വേലക്കാരും ലോത്തിന്റെ വേലക്കാരും തമ്മിൽ ഒരു ചണ്ടയുണ്ടായി. ഉണ്ടായപ്പോൾ അബ്രഹാമും ലോത്തും തമ്മിൽ ഒരു പ്രശ്നമില്ല, അവര് തമ്മിൽ ഒരു വിഷയവുമില്ല. പക്ഷെ അബ്രഹാം പറഞ്ഞു, ഇങ്ങനായാൽ ശരിയാകത്തില്ല. അബ്രഹാമിന്റെ സഹോദരന്റെ മകനാ ലോത്ത്. ലോത്തിനോട് പറഞ്ഞു, നീ ഒന്നുകില് വലത്തോട്ട് പോവാന്ന് ഞാൻ ഇടത്തോട്ട് പൊക്കോളാം, ഇല്ലെങ്കിൽ നീ ഇടത്തോട്ട് പോവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. അവിടെ വലത്ത് ഇടത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുമുള്ള ട്രാൻസ്ലേഷൻ എബ്രായ പദം, നീ വടക്കോട്ട് പോവാണെങ്കിൽ ഞാൻ തെക്കോട്ട് പൊക്കോളാം, നീ തെക്കോട്ടാ പോകുന്നെങ്കിൽ ഞാൻ വടക്കോട്ടും പൊയ്ക്കോളാം. അപ്പോൾ അബ്രഹാം ഇവിടെയാ നിൽക്കുന്നത്. ഇവിടെ നിന്നോണ്ട് പറയാ, നീ വടക്കോട്ട് പോയാല് ഞാൻ തെക്കോട്ട് പോകും, നീ തെക്കോട്ടാ പോകുന്നെങ്കിൽ ഞാൻ വടക്കോട്ട് പോകും എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ലോത്ത് പോയത് എങ്ങോട്ടാണെന്നറിയാമോ? കിഴക്കോട്ട്, ഇങ്ങോട്ട് പോയി. ഇവിടെയാണ് സൊദോം ഗൊമോറ. യോർദാൻ കടന്നിട്ട് ഇവിടെ നീരോട്ടമുള്ള ദേശമെന്ന് കണ്ടിട്ട് ഇവിടെ ലോത്ത് ഇവിടെ വന്ന് നിൽക്കാനിടയായി തീർന്നു. അപ്പോൾ ഇതാണ് അവരുടെ യാത്ര, നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇതിനെ ആധാരമാക്കിയാണ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാം എവിടെ കൂടാരമടിച്ചു? ബഥേലില്, ഹെബ്രോനില് അബ്രഹാം കൂടാരമടിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ആ സ്ക്രിപ്ചർ ഭാഗമൊക്കെ നിങ്ങളോട് പറയാം. അപ്പോൾ ലോത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നു, അബ്രഹാം ഇവിടെ താവളമടിക്കുന്നു. അബ്രഹാമിന്റെ കൂടാരം അവിടെ, അബ്രഹാമിന്റെ യാഗപീഠം അവിടെ. അങ്ങനെ പോകുന്ന ഒരു അബ്രഹാമിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അബ്രഹാം എന്താ നമ്മൾ പറഞ്ഞു? യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദി അബ്രഹാം കടന്നു. ആദ്യത്തെ യഹൂദൻ ആരാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറയണം. അത് ആരാണെന്ന് അറിയാമോ? അബ്രഹാമാണ് ആദ്യത്തെ ഹീബ്രു, ആദ്യത്തെ എബ്രായൻ. അബ്രഹാമിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അതെ, ലോത്തിനെ അവിടെ രാജാക്കന്മാർ പിടിച്ചു, ശത്രുക്കൾ പിടിച്ചു എന്ന് പറയുമ്പോഴേ ഈ എബ്രായന്റെ അടുത്ത് ഓടി വന്നിട്ട് പറയുന്നു. അപ്പോൾ ആദ്യത്തെ എബ്രായൻ ആരാണ്? അബ്രഹാം. നമ്മളെല്ലാവരും ഒരു എബ്രായനാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പുറമേ യഹൂദനായവനല്ല യഹൂദന്, അകമേ യഹൂദനാവണം. അപ്പൊ നമ്മളൊരു യഹൂദനാവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പല ക്രിസ്ത്യാനികൾക്കും യഹൂദൻ എന്നൊക്കെ കേൾക്കുമ്പോൾ വേറെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ നമ്മുടെ തിരുവചനം പഠിച്ചു കഴിഞ്ഞാൽ ആ കാഴ്ചപ്പാട് നമ്മുടെ മാറും. ആരാണ് നമ്മൾ? എന്റെ അകത്തിരിക്കുന്ന യേശു യഹൂദനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും. അങ്ങനെയാണെങ്കിൽ യഹൂദന്റെ ഗുണങ്ങൾ എന്താ യഹൂദന് അവിടെ ഒരു വിശേഷതയുള്ളത്? യഹൂദന് സകലത്തിലും വിശേഷതയുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്.
യഹൂദൻ അതെ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ ഏറ്റുവാങ്ങിയവനാ. യഹൂദന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. യഹൂദന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടവനാ, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവനാ, യഹൂദന് ഉടമ്പടി ലഭിച്ചത്. സകലത്തിലും യഹൂദൻ സവിശേഷതയുള്ളവനാണ് ഈ യഹൂദൻ എന്ന് പറഞ്ഞാല്. അപ്പോൾ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും അകത്ത് യഹൂദരാകണം. അപ്പോൾ ആദ്യത്തെ യഹൂദനായ അബ്രഹാം എന്താണ് ആദ്യം ചെയ്തത്? അവൻ വിട്ടു പുറപ്പെട്ടു. അതിനുശേഷം അവൻ പോയി. അനുഗ്രഹം അവന്റെ പിന്നാലെ കൊടുക്കുമെന്നുള്ള അർത്ഥത്തോടുകൂടി അവൻ അവിടുന്ന് പോയി എന്ന് കാണാൻ സാധിക്കുന്നു. അവൻ അതിനായിട്ടൊരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. അവന്റെ വീട്ടിൽ ആരും അബ്രഹാമിനെ സൺഡേ സ്കൂളിൽ വിടുകയോ അബ്രഹാമിനോട് ദൈവത്തെ കുറിച്ച് പറയാൻ ആരുമില്ലായിരുന്നു. അബ്രഹാമിന്റെ അപ്പൻ തേരം ഒരു വിഗ്രഹാരാധിയായിരുന്നു എന്ന് നമുക്ക് യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 24-ന്റെ 2-ാം വാക്യത്തില് ഇങ്ങനെ അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞു എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. ഇത് മറ്റെങ്ങൊന്നും നമുക്ക് കിട്ടിയ അറിവല്ല, നമ്മുടെ വേദപുസ്തകത്തിലുള്ള കാര്യമാ. തേരഹാരായിരുന്നു അന്യദൈവത്തെ ആരാധിച്ചു പോകുന്നവന്. അന്യദൈവത്തെ ആരാധിച്ചു പോകുന്നവൻ മക്കളെ എന്തായിരിക്കും പഠിപ്പിക്കുന്നത്? ഈ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച്, ജീവനുള്ള ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കാൻ യാതൊരു സാധ്യതയും അവിടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരു ആൺകുട്ടിയാണ് ഈ അബ്രഹാം. ഈ അബ്രഹാമിനോടാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ ദൈവത്തിന് ഏത് സാഹചര്യത്തിലും ഒരു മനുഷ്യനോട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അങ്ങനെ വളർന്ന അബ്രഹാം. അപ്പോൾ അബ്രഹാം ആരായിരുന്നു? ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്തവന്. എഫെസ്യർക്കെഴുതിയ ലേഖനം 2:10-11 വരെയുള്ള വാക്യത്തില് നമ്മളെ കുറിച്ച് തന്നെ പറയുന്നു, പണ്ട് നമ്മൾ ആരായിരുന്നു? നമ്മൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. അബ്രഹാമിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്താലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാർ നമ്മളെ നോക്കുമ്പോഴേ അവര് പറയും, ഇവര് അഗ്രചർമ്മികളാ, ഇവര് പരിച്ഛേദനയേറ്റവരല്ല, ഇവര് ശുദ്ധിയുള്ള ജനമല്ല, ഇവര് ഉടമ്പടിയുള്ള ജനമല്ല എന്നുള്ള പേരിനുള്ള അപമാനിക്കപ്പെട്ടവരായിരുന്നു ഈ ജാതികളാകുന്ന നമ്മൾ ഓരോരുത്തരും. എന്നാൽ എന്തു കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർ. എഫെസ്യർ 2:10 തൊട്ടാണ് ഞാൻ വായിക്കുന്നത്. ക്രിസ്തു ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ആരാ? അഗ്രചർമ്മക്കാരാ. നമുക്ക് സർക്കംസിഷൻ ഇല്ലാത്തവരാ. ക്രിസ്തു ഇല്ലെങ്കിൽ സർക്കംസിഷൻ നമുക്കില്ല. ഹൃദയത്തിലൊരു സർക്കംസിഷൻ നമുക്ക് വന്നിട്ടില്ല. അവർക്ക് ശരീരത്തിലായിരുന്നെങ്കിൽ നമുക്ക് ഹൃദയത്തില. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ല. അപ്പൊ നമുക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധം വേണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമല്ലേ? ഇസ്രായേൽ പൗരതയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ഗുണം എന്താണ്? അതിന്റെ ജയം എന്താണ് എന്നാണ് അതിന്റെ അർത്ഥമില്ലേ? ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവര്. വാഗ്ദത്തത്തിന് ഇല്ല. നിയമങ്ങൾ, ഉടമ്പടി. നിയമം എന്ന് പറഞ്ഞാൽ ഉടമ്പടി, ഒരു കവനന്റ് ഇല്ല. ദൈവമായിട്ടൊരു കവനന്റ് ഇല്ല. ഇന്നൊരു ഹസ്ബൻഡും വൈഫും തമ്മിലൊരു കവനന്റ് ഉണ്ട്. ആ കവനന്റ് ഇല്ല എങ്കിൽ ഒരു പുരുഷനവിടെ ഒരു സ്ത്രീയുടെ എന്ത് ജീവിക്കുവാണോ? ജീവിതമുണ്ടോ? ഇല്ലല്ലോ. കവനന്റിലേക്ക് കടന്നു വരുമ്പോഴാണ് അവിടെ ഒരു കുടുംബം ഉണ്ടാകുന്നത്. കവനന്റിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം അതിന്റെ നടുവിൽ വസിക്കുന്നത്. ഇങ്ങനെ ഒരു കവനന്റ് ഇല്ലാത്തൊരു ജീവിതമായിരുന്നു എന്റെയും നിങ്ങളുടേതും എന്നാണ് ഇവിടെ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് എന്തുവാ? അന്യരായിരുന്നു നമ്മള്, പരദേശികളായിരുന്നു നമ്മള്, പ്രത്യാശ ഒട്ടുമില്ലായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. നമ്മൾ മുമ്പ് എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മളെ വിടുവിച്ച് ഇവിടെ കൊണ്ട് മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ഇതായിരുന്നു അബ്രഹാമിന്റെയും അവസ്ഥ. അബ്രഹാം നദിക്കപ്പുറം ജീവിക്കുമ്പോൾ, അപ്പന്റെ കൂടെ അവിടെ വിഗ്രഹാരാധനയുടെ നടുവിൽ ജീവിക്കുമ്പോൾ അബ്രഹാമിന്റെ അവസ്ഥ ഇതായിരുന്നു. അബ്രഹാം വിട്ടു പോന്നു എന്നത് ഒരു വശത്തിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു ക്ഷണക്കത്തോടായിരുന്നത്. ദൈവം ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നത് നമ്മൾ പറയൂ, ഞാൻ വിശ്വസിച്ചു, ഞാൻ ഏറ്റെടുത്തു. നമുക്ക് പലതും പറയാൻ കാണും, പക്ഷെ അതൊന്നുമല്ല, കൃപയാലാണ്. അതിനോടൊപ്പം തന്നെ ദൈവം നമ്മളെ ക്ഷണിച്ചതാ. അവന്റെ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു നമുക്കെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാണാത്ത ചില വഴികളിൽ കൂടി നമ്മളെ നടത്തേണ്ടതിന് നമ്മളെ ക്ഷണിച്ച് പുറത്തിറക്കിയ ദൈവത്തെ, അവന്റെ കരുണയെ നമുക്ക് ഇന്ന് രാവിലെ കാലം ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അബ്രഹാം ഇപ്രകാരം ഒരു അവസ്ഥയിൽ നിന്ന്
നിന്നാ കടന്നു വന്നത്. യഹൂദ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. അബ്രഹാം അവിടെ അപ്പന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ അപ്പന് തേരഹിന് വിഗ്രഹങ്ങളെ വിറ്റുണ്ടാക്കുന്ന കടയുണ്ട്, വലിയൊരു ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാലത്ത് ആൾക്കാരെല്ലാം വന്ന് ആ വിഗ്രഹങ്ങളെ വാങ്ങിച്ചുകൊണ്ട് പോകും. അത് ഒരാഴ്ച പ്രായമുള്ള വിഗ്രഹമുണ്ട്, 2 ദിവസം പ്രായമുള്ള വിഗ്രഹമുണ്ട്, 1 വർഷം പ്രായമുള്ള വിഗ്രഹമുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, പലതുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഒരു ദിവസം അബ്രഹാമിന്റെ പിതാവ് പുറത്തു പോയപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, മോനെ നീ കട നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൻ പോയി കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടുന്ന് വിട്ടിറങ്ങണം, നിന്നെ കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്, കാണിപ്പാനിരിക്കും ദേശത്തേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു ആത്മാവിന്റെ തള്ളല് ആത്മാവിന്റെ ഒരു ഓളം അബ്രഹാമിന്റെ ഹൃദയത്തിൽ അപ്പോഴേ ഉണ്ട്. ആരാ ദൈവം? അബ്രഹാം അന്വേഷിക്കുക, ഹൃദയത്തിൽ അന്വേഷിക്കുന്നുണ്ട് ജീവനുള്ളൊരു ദൈവം. ഇതെന്താ ഇന്നലെ ഉണ്ടാക്കി വെച്ച കളിമണ്ണ് എങ്ങനെ ദൈവമാകും എന്നൊക്കെ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞത് എങ്ങനെ നമ്മുടെ ദൈവമാകും, എന്നെ എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും എന്നുള്ള ചിന്തകളുമായിട്ട് അബ്രഹാം ആ ഷോപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ വല്യപ്പന്മാര് 100 വയസ്സുള്ളവര് 120 വയസ്സുള്ളവരൊക്കെ വന്ന് ഈ 2 ദിവസം പ്രായമുള്ള വിഗ്രഹത്തെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അബ്രഹാം അവരോട് തമാശനാണെങ്കിൽ ചോദിക്കുമായിരുന്നു, ഇതെങ്ങനെ നിങ്ങളെങ്ങനെ ഇതിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ഇതിനേക്കാളൊക്കെ എത്ര നിങ്ങൾക്കുണ്ട്, ലോകപരിചയമുണ്ട് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അവർ ചെയ്തുകൊണ്ട് പോയി. അബ്രഹാം എന്ത് ചെയ്തു? ഒടുവില് അബ്രഹാമിന്റെ ഹൃദയത്തിൽ ആ ദൈവാത്മാവിന്റെ ആ ഒരു തിങ്ങലും തെള്ളലും വന്നപ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം കണ്ട് അബ്രഹാമിന് ആ ദേഷ്യമെല്ലാം കൂടെ വന്നിട്ട് അബ്രഹാം എല്ലാത്തിനും ഒരു വടി കൊണ്ട് അടിച്ചങ്ങ് നിരപ്പാക്കി. അവിടെ നിന്ന് എല്ലാം പൊട്ടി തകർന്നു വീണു. അപ്പൻ മടങ്ങി വരുമ്പോൾ കാണുന്നത് എല്ലാം നാശനഷ്ടമായി കിടക്കുന്ന ഒരു കടയ്ക്കകത്ത് അബ്രഹാം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ കളിമണ്ണും ഈ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെല്ലാം പൊടിഞ്ഞവിടെ കിടക്കുന്നു. അപ്പൊ അബ്രഹാമിനോട് ചോദിച്ചു, എന്താ ഇത് പറ്റിയത്, ഇതെന്ത് പറ്റിയതാ, കാര്യം എന്താ? അപ്പൊ അബ്രഹാം പറഞ്ഞു, അപ്പൊ അത് ഈ വിഗ്രഹങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി. ചെറിയ വിഗ്രഹങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു, മറ്റേതിനോട് പറഞ്ഞു, മറ്റേത് പറഞ്ഞു എന്തെങ്കിലുമൊന്നും തരാനില്ല, എന്തായാലും കൊള്ളാം. അവര് വാക്കേറ്റമായി, അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ബഹളമായി, അവരെന്നിട്ട് തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങ് പൊട്ടിപ്പോയതാന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് നിന്നുണ്ടെ അപ്പൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്. അപ്പൻ പറഞ്ഞു, അയ്യോ അതെന്തിനാ അങ്ങനെ സംഭവിക്കുന്നത്? അവര് അത് വിഗ്രഹമാ, അവർക്ക് വിശക്കത്തില്ല, അവർക്ക് ദാഹിക്കത്തില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, അവര് വെറും വിഗ്രഹമാണ് എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോ അബ്രഹാം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അപ്പൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പന്റെ വാ പറഞ്ഞത് അപ്പന്റെ ചെവി ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അവയ്ക്ക് കണ്ണുണ്ടെങ്കിൽ കാണുന്നില്ല, അവയ്ക്ക് കാതുണ്ടെങ്കിൽ അവ കേൾക്കുന്നില്ല, അവയ്ക്ക് വായുണ്ട് സംസാരിക്കുന്നില്ല, അവയ്ക്ക് ജീവനില്ല, അവയെ ഉണ്ടാക്കിയവർ അവയെ പോലെയാകുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, അയ്യോ അപ്പാ നിന്റെ വാ സംസാരിച്ച് നിന്റെ ചെവി ഒന്ന് കേട്ടിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അബ്രഹാം ജീവിച്ച നാളുകൾ അതായിരുന്നു. അപ്പൊ നമുക്ക് മുന്നോട്ട് കടന്നു വരാം. അബ്രഹാമിന്റെ യാത്രയില് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 12-ാമത്തെ അധ്യായത്തില്, അത് കഴിഞ്ഞിട്ട് 13-ാമത്തെ അധ്യായം വരുമ്പോഴാണല്ലോ ലോത്തിനോട് പറയുന്നത്, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട്, നീ തെക്കോട്ട് പോകണമെങ്കിൽ ഞാൻ വടക്കോട്ട് പോയിക്കൊള്ളാം. പക്ഷെങ്കിൽ ലോത്ത് പോയത് എങ്ങോട്ട്? കിഴക്കോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് കണ്ടു. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. നീരോട്ടമുള്ള ദേശം നോക്കിയിട്ട് ലോത്ത് യാത്രയായി. എങ്ങോട്ട്? കിഴക്കോട്ട് യാത്രയായി. തിരുവചനത്തിനകത്ത് കിഴക്കോട്ട് യാത്ര ചെയ്ത പലരെ നമുക്കറിയാം. ഞാൻ ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പല മെസ്സേജിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. കിഴക്കോട്ട് യാത്ര ചെയ്തവരെ പലരെയും നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം അവരെ തോട്ടത്തിന് പുറത്താക്കിയെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെങ്കിൽ അവിടെ കെരൂബിനെ നിയമിച്ചാക്കിയത് തോട്ടത്തിന്റെ കിഴക്ക. അപ്പൊ വാതിലിന്റെ അവിടെയാണ് കെരൂബിനെ ആക്കിയിരിക്കുന്നത്. മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് അനുസരണക്കേട് പാപം ചെയ്തത് നിമിത്തം മനുഷ്യൻ പുറത്തേക്ക് പോകുന്നത് കിഴക്ക് ഭാഗത്തൂടെ. ദൈവം എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന് പാപം ചെയ്ത മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിശ ഏതാണ്? കിഴക്ക്. അതിനുശേഷം വീണ്ടും കാണാൻ നമുക്ക് കായീനെ കുറിച്ച്. കായീൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 4:16 പറയുന്നു, കായീന് എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നോദ് ദേശത്തേക്ക് കിഴക്കോട്ട് കായീൻ യാത്രയായി. നമുക്കറിയാം കായീനെ കുറിച്ച്.
കായിനെ കുറിച്ച് അറിയാം. അവന്റെ യാത്ര കിഴക്കോട്ടായിരുന്നു. അത് അനുസരണക്കേടിൽ പരാജയപ്പെട്ടു പോയ പാപം ചെയ്ത ആദം അവൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഇത് കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. അപ്പൊ മനുഷ്യൻ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. ഇവിടെ ലോത്ത് കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. എന്നാൽ കിഴക്കോട്ട് യാത്ര ചെയ്ത മനുഷ്യനെയും വെറുതെ വിടാതെ കിഴക്കിനെ ഉന്നമാക്കിക്കൊണ്ട് ഈ മനുഷ്യന്റെ പിന്നാലെ പാഞ്ഞു പോയ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് സമാഗമന കൂടാരത്തിൽ കാണാൻ സാധിക്കും. സമാഗമന കൂടാരത്തിന്റെ അതിന്റെ യാഗപീഠത്തിന്റെ അവിടെ നിന്നൊരു നദി കിഴക്കോട്ടൊഴുകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ കിഴക്കോട്ടൊരു നദി ഒഴുകുന്നുണ്ട്. എന്തിനാണ് അവിടുന്ന് നദി കിഴക്കോട്ട് ഒഴുകുന്നത്? അത് ഇറങ്ങിപ്പോയ മനുഷ്യനെ തിരഞ്ഞു പിടിക്കാനായിട്ട്, കിഴക്കോട്ട് നോദിന്റെ ദേശത്തേക്ക് കിഴക്കോട്ട് പോയ കായിനെ മടക്കി കൊണ്ടുവരാനായിട്ട്, അത് ലോത്ത് തന്റെ ഇഷ്ടപ്രകാരം പോയ ലോത്തിനെ മടക്കി കൊണ്ടുവരാനായിട്ട്. ഇന്നും ദൈവസന്നിധിയിൽ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന ഏത് മനുഷ്യന്റെ പിന്നാലെ വരുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. കിഴക്കോട്ട് യാത്ര ചെയ്തവരാ നമ്മളൊക്കെ. എനിക്ക് ഒരു ലജ്ജയുമില്ല അത് പറയാനായിട്ട്. എത്രയോ നാളുകൾ കിഴക്കോട്ട് നോക്കി ഞാൻ യാത്ര ചെയ്തു. എന്നാൽ എന്നെ തേടി വന്ന യാഗപീഠത്തിന്റെ അടിവാരത്തിൽ നിന്നൊഴുകിയ ഒരു സ്നേഹത്തിന്റെ നദി ഉണ്ടായിരുന്നു. ആ നദി എന്നെ വന്ന് മുട്ടിയപ്പോൾ എനിക്ക് ആ കിഴക്കോട്ടുള്ള യാത്രയോടെ നിന്നിട്ട് ആ നദി എന്നെ കൊണ്ടുപോയ ഇടങ്ങളിലേക്കൊക്കെ ഇന്ന് യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മളെ തേടി വരുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹമുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്നേഹം. കിഴക്കോട്ട് ലോത്ത് യാത്ര ചെയ്തു. അബ്രഹാം കിഴക്കോട്ട് യാത്ര ചെയ്തില്ല. അബ്രഹാം ഹെബ്രോനിൽ തന്നെ പാർത്തു. മത്തായി സുവിശേഷം 2:1 നമുക്ക് മറ്റൊരു കാര്യം കാണാൻ. കിഴക്ക് നിന്ന് യാത്ര ചെയ്തു വരുന്നവരുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നു. അതാരാണെന്നറിയാമോ? യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, ദൈവപുത്രന്റെ ജനനത്തിന്റെ വാർത്ത ചെവിയിലടിച്ചപ്പോൾ, ദൈവം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ പൂർണ്ണരൂപം ഒന്നും അറിയത്തില്ലെങ്കിലും അതേ ഒരു രാജാവ് പിറന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വിദ്വാൻമാർ, മത്തായി സുവിശേഷം 2:1 വായിക്കുന്നു, കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലേക്ക് എത്തി, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് എത്തി. ഇന്ന് നമ്മുടെ യാത്ര പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണോ അതോ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണോ? നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പക്ഷെങ്കില് നമ്മൾ അവിടെ നിന്ന് ഊരിന്റെ ദേശത്തുനിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കില് പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവില് നമ്മൾ കിഴക്കോട്ടൊന്ന് ഉന്നം വെച്ചിട്ടുണ്ടോ? അങ്ങ് എത്തിയിട്ടുണ്ടായിരിക്കത്തില്ല ഒരിക്കലും. അങ്ങ് എത്തുന്നിടം വരെ ഒന്നും നമ്മൾ യാത്ര ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അതിനിടയ്ക്കിട്ട് ദൈവം എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് വീണ്ടും നമ്മളെ അവിടെ കൊണ്ടുവരും. കിഴക്കോട്ട് യാത്ര ചെയ്ത ഒരു ലോത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ ലോത്ത് പോയത് എവിടെയാണ്? സോതോമില്. സോതോം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉണ്ടല്ലോ, കൈകാലുകളെ കൂച്ചുവിലങ്ങിട്ട് ബന്ധിച്ച് മരണത്തിന് നിയമിക്കപ്പെട്ടെന്നാണ് സോതോം എന്നുള്ള വാക്കിന്റെ അർത്ഥം. സോദ് ദം, ഈ 2 വാക്കുകൾ കൂട്ടിച്ചേരുന്നതാ സോതോം. സോദം എന്ന് പറഞ്ഞാല് ഈ ചങ്ങല, ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണം, അഥവാ രക്തത്തെ അത് കാണിക്കുന്നു. രക്തം ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് അതിന് ജീവനുള്ളത്. രക്തം ശരീരത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ രക്തത്തിന് ജീവനില്ല. സൊദോമിലേക്കാണ് ലോത്ത് പോയിരിക്കുന്നത്. ലോത്ത് എപ്പോൾ അബ്രഹാമുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ആ കൂട്ടായ്മ വിട്ട് ദൈവത്തിന്റെ ആ വഴി വിട്ടിട്ട് ലോത്ത് എപ്പോൾ പുറത്തായോ അപ്പോൾ തൊട്ട് ലോത്ത് മരണത്തിലേക്കാണ് നടന്നു നീങ്ങിയിരിക്കുന്നത്. സൊദോം എന്ന് പറഞ്ഞാല് മരണത്തിന് നിയമിക്കപ്പെട്ടിരിക്കുന്നിടത്ത് കൂച്ചു വിലങ്ങിട്ട് ബന്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് സൊദോം. ലോത്ത് പോയിരിക്കുന്ന സ്ഥലം അവിടെയാ. പുറപ്പെട്ട ഊര് വരെ പോയില്ലെങ്കിലും ആ ഡയറക്ഷനിൽ പോയി അവിടെ ഒരു സ്ഥലത്ത് സോതോമില് അവിടെ നിലയുറപ്പിക്കുന്ന ലോത്തിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോത്തും കുടുംബവും 2 പെൺമക്കളും അവിടെ തിന്മകൾ നിറഞ്ഞ, ദുഷ്കർമ്മം നിറഞ്ഞ, പാപം നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ ഒരു പട്ടണത്തിനകത്ത് നീതിമാനായ ലോത്ത് വലയുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ലോത്ത് അങ്ങനെ അബ്രഹാമിൽ നിന്ന് വിട്ടു. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ലോത്ത് ഇന്ന് സോതോമിലായിരിക്കുക.
നമുക്കിന്ന് എവിടെങ്കിലും ഇങ്ങനൊരു വേർപാട് നമുക്കുണ്ടായിട്ടുണ്ട്. ഊരിന്റെ ദേശത്തു നിന്ന് വിട്ടുപോകുന്നു, പക്ഷെങ്കില് ദൈവിക കൂട്ടായ്മയിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മ, ഇതൊക്കെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അപ്രകാരം ഒരു കൂട്ടായ്മയില് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ ഈ ഭൂമിയിൽ ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുക. അങ്ങനെ ഒരു കൂട്ടായ്മ വിട്ട് യാത്ര ചെയ്ത് ഒരു ലോത്ത് ചെന്ന് അവസാനിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ അബ്രഹാം ലോത്തിനെയും കൊണ്ട് പുറപ്പെടാനുള്ള കാരണം എന്താ? അബ്രഹാമിനെ തന്നെയല്ലേ വിളിച്ചുള്ളൂ. അബ്രഹാം പിന്നെ എന്തുകൊണ്ടാണ് ലോത്തിനെയും കൊണ്ട് പുറപ്പെട്ടത്? നമ്മൾ ഓർക്കണം, അബ്രഹാം ദൈവത്തിന്റെ ആത്മാവുള്ളൊരു മനുഷ്യനായിരുന്നു. പലതും പ്രോഫറ്റിക് അനോയിന്റിങ്ങിൽ, പ്രവചന ആത്മാവിൽ അബ്രഹാമിന് കാണാൻ സാധിച്ചിരുന്നു. അബ്രഹാമിന് ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഹൃദയദൃഷ്ടി തുറന്നവനായിരുന്നു അബ്രഹാം. പഴയ നിയമ കാലത്താണെങ്കിലും അബ്രഹാമിന് അപ്രകാരമുള്ളൊരു ഭാഗ്യത്തിൽ കൂടി അബ്രഹാം കടന്നുപോയത്. അബ്രഹാം ലോത്തിനെയും കൂടെ കൂട്ടാനായിട്ട് ഇടയായി തീർന്നു. കാരണം മറ്റൊന്നുമല്ല, അതെ എബ്രായ ഡോക്യുമെന്റ്സിലൊക്കെ പറയുന്നുണ്ട്, യേശുവിനെ അറിയാത്തവരെ കുറിച്ച് കേട്ടോ, അറിയാത്തവർ എഴുതിയിരിക്കുന്ന വാക്കിൽ നിന്നാ ഞാനിത് പറയുന്നത് കേട്ടോ. അവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അബ്രഹാം ലോത്തിനെ കൂടെ കൂട്ടാനുള്ള കാരണം അബ്രഹാമിന് അറിയാമായിരുന്നു ഈ ലോത്തിൽ കൂടി ഒരിക്കലൊരു മശിഹ വരുമെന്ന്. ആരാ മശിഹ എന്നുള്ളത് അവരിന്നും പലരും കാത്തിരിക്കുക. പക്ഷെങ്കിൽ കുറച്ചുപേര് മനസ്സിലായി കർത്താവ് യേശുക്രിസ്തു ആണ് ആ മശിഹ എന്ന്. മശിഹ അറിയാത്തവര് പോലും, മശിഹ വരുന്നതിന് പോലും, യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ അവര് പറയുന്നു ലോത്തിൽ കൂടി ഒരു മശിഹ വരുമെന്ന് അബ്രഹാമിന് പ്രവചനാത്മാവിൽ മനസ്സിലായിരുന്നു. അങ്ങനെ ലോത്തിൽ കൂടി ഒരു മശിഹ, എങ്ങനെ ലോത്തിൽ കൂടി ഒരു മശിഹ? ലോത്തിന്റെ പെൺമക്കൾക്ക് തന്റെ അപ്പനിലുണ്ടായ 2 ജാതികളാണ് ആര്? മോവാബ്യരും അമ്മോന്യരും. മോവാബ്യ സ്ത്രീയായ റൂത്ത് ബോവാസുമായിട്ട് ഉള്ള കുടുംബ ജീവിതത്തില് ബോവാസിനെ ഭർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ, അത് റൂത്തിനെ മണവാട്ടിയാക്കി, റൂത്തിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായ സന്തത പരമ്പരകളാണ് യഹൂദ ഗോത്രം. അതിൽ നിന്നുള്ള സന്തതികളാണ് ദാവീദിന്റെ സന്തതി. ദാവീദിന്റെ സന്തതിയായ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അബ്രഹാം തന്റെ ഹൃദയദൃഷ്ടി കൊണ്ട് കണ്ടു, ഈ ലോത്തിനെ വെറുതെ വിടരുത്, ഈ ലോത്തിനെ എനിക്ക് കൂടെ കൂട്ടണം. ഈ ലോത്തിനെ കുറിച്ച് വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ട്. ഈ ലോത്തിനകത്ത് എവിടെയോ ഒരു പക്ഷെങ്കിൽ ഒരു ക്ലാരിറ്റി അബ്രഹാമിന് ഉണ്ടായിരിക്കത്തില്ല, പക്ഷെങ്കിൽ എവിടെയോ ഒരു മശിഹ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ലോത്തിനെ എനിക്ക് ഊരിന്റെ ദേശത്തോ ഹാരാനിലോ വഴിയിൽ എവിടെയെങ്കിലും ഒക്കെ വിട്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. കൂട്ടത്തിൽ കൂട്ടി. അതുകൊണ്ടാണല്ലോ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞിട്ടും ലോത്തിനൊരു അപകടം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ അബ്രഹാം ഓടിച്ചെല്ലുകയാ. അതെ, ലോത്തിന് വേണ്ടിയിട്ട് അവിടെ യുദ്ധം ചെയ്ത് ലോത്തിനെ അവരിൽ നിന്നെല്ലാം വിടുവിച്ച്, ലോത്തിന്റെ ഭാര്യമാരെ കൊണ്ടുപോയി, സമ്പത്ത് കൊണ്ട് എല്ലാം അതുപോലെ വിടുവിച്ച് മടക്കി എടുക്കുന്ന അബ്രഹാമിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അബ്രഹാമിന്റെ ഹൃദയം എത്ര വലുതാണ്! തന്നോടൊരു ശത്രുത്വം, ഒരു ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടായിട്ടും ലോത്തിനെ മാറ്റി നിർത്തിയില്ല. ഒരാവശ്യത്തിന് അതെ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അബ്രഹാം. ഇന്ന് പലപ്പോഴും ലോത്തിനെ പോലെ നമ്മളായിട്ടില്ലേ? നമ്മുടെ വില നമുക്ക് മനസ്സിലാവുന്നില്ല. ദൈവ രാജ്യത്തിലെ എന്നെ നിങ്ങളെയും കുറിച്ചുള്ള വില നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിൽക്കുക. ലോത്ത് നെവർ റെക്കഗ്നൈസ്ഡ് ഹിസ് സ്റ്റാറ്റസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവ രാജ്യത്തില് ലോത്തിനുള്ള സ്ഥാനം എന്താണെന്ന് ലോത്ത് മനസ്സിലാക്കിയില്ല ഒരിക്കലും. ലോത്തിന് എപ്പോഴും നീരോട്ടമുള്ള സ്ഥലമായിരുന്നു ലോത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനെ തേടി ലോത്ത് പോയി. ഇന്ന് പലപ്പോഴും അതെ ദൈവസന്നിധിയില് നമ്മൾ ആരെന്നുള്ള ആ സ്ഥാനം മറന്ന് നമ്മൾ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മടങ്ങി വരണം. ദൈവം നമ്മളെ രക്ഷിച്ചതിന്, നമ്മളെ വീണ്ടെടുത്തതിന്, നമ്മളെ ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നതിന്, ദൈവവചനം ദൈവം നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ ഒരിക്കലും നമ്മൾ ചെറുതായിട്ട് കാണരുത്. കാരണം മറ്റൊന്നുമല്ല, എന്നിലുള്ളവൻ ചെറുതല്ലാത്തത് കൊണ്ട് നമ്മൾ അവന്റെ കണ്ണിൽ ചെറുതല്ല. ഏറിയ ഗുരുവിനേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരാണ്. നമ്മുടെ തലയിൽ ഒരു മുടി പോലും അവൻ എണ്ണിപ്പെട്ടിരിക്കുന്നുണ്ട്. എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി വലുതാണ്. നമ്മൾ
വിചാരിക്കും ഒരാളോടൊരു സുവിശേഷം എന്തെങ്കിലും ഒന്നും പറഞ്ഞ് ഒരാളെ കൊണ്ടൊന്ന് എന്ത് ചെയ്യണം, ഞാൻ വലുതൊന്നും ചെയ്തില്ല, ഞാനൊരു കൺവെൻഷനിലൊക്കെ ഒന്ന് പ്രസംഗിക്കോ അല്ലെങ്കിൽ വലിയൊരു പുൾപിറ്റിന്റെ ഒക്കെ മുമ്പിൽ നിന്നെങ്കിലൊക്കെ മാത്രമേ നമുക്കൊരു വലിയ ദൈവവേലയാണെന്ന് തോന്നത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുത്താൽ ആ ആളിൽ കൂടി ഞാൻ ആയിരങ്ങളെ ഞാൻ എൻ്റെ വിശ്വാസം കണ്ടുകൊണ്ട് കാണാൻ ഞാൻ ശ്രമിക്കുന്ന ഈ നാളുകളിൽ, അതെ ആ വ്യക്തിയിൽ കൂടി ദൈവം എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നെന്ന് അറിയത്തില്ല. ബില്ലി ഗ്രഹാമിനെ കുറിച്ച്, പോൾ യോങ്ചെ കുറിച്ചൊക്കെയുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ എവിടുന്ന് ഒരു ട്രാക്ട് കിട്ടിയിട്ട് അത് രക്ഷിക്കപ്പെട്ട ആളാണ് ബില്ലി ഗ്രഹാം. ഒരു കൊച്ചു പെൺകുട്ടി കൊണ്ടുവന്ന് ഒരു പുതിയ നിയമത്തിന്റെ പുസ്തകം കൊണ്ടുവന്ന് ആശുപത്രിയുടെ കിടക്കയുടെ അടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോൾ യോങ്ചെ പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കോ, നിന്നെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിരുന്ന പുസ്തകം എടുത്ത് വായിച്ച് അത് രക്ഷിക്കപ്പെട്ട ആളാണ് പോൾ യോങ്ചെ. ബില്ലി ഗ്രഹാം അതെ ഒരു പേപ്പറിനകത്ത് കണ്ട സുവിശേഷം വായിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവന്. ആ ട്രാക്ട് കൊടുത്തവന്റെ പേരാർക്കും അറിയത്തില്ല. അവിടെ കൊണ്ട് പുതിയ നിയമം കൊണ്ടുവച്ച പെങ്കൊച്ചിനെ അതെ ആ പോൾ യോങ്ചെ പിന്നെ അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ വ്യക്തികളിൽ കൂടി ദൈവം നേടിയെടുത്തത് എന്തുവായിരുന്നു? ദൈവ രാജ്യത്തിന് ദൈവം ഉണ്ടാക്കിയ സമ്പത്ത് എത്ര വലുതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ചെറിയ തുടക്കങ്ങളെ നമ്മൾ തുച്ഛീകരിക്കരുത്. ഡോണ്ട് ഡിസ്പൈസ് അവർ ഹംബിൾ ബിഗിനിങ്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചെറിയ തുടക്കങ്ങൾ നമ്മൾ ഒരിക്കലും തുച്ഛീകരിക്കരുത്. ഇപ്രകാരം ഒരു കൂട്ടായ്മയിലൊക്കെ വന്ന് ആശ്വാസം പ്രാപിച്ച് വചനം പ്രാപിച്ച് പോകുന്നവരിൽ കൂടി ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ നമുക്കറിയില്ല. നമ്മളെ ഏൽപ്പിച്ചത് നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാം. അപ്പോൾ നമ്മൾ വായിച്ചു, അബ്രഹാം നദി കടന്നു വന്ന് അബ്രഹാം പിന്നെ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അബ്രഹാമിനെ കുറിച്ച് ഇന്നും നമുക്ക് സംസാരിക്കുവാനുണ്ട്, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്. നമ്മൾ ഇപ്രകാരം ഒരു നദി കടന്നു വന്നവരാ. നമ്മള് പാപത്തിന്റെ രാജ്യത്ത് നിന്ന് നമ്മൾ കടന്നു വന്നവരാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവർ ഒരു നാളും മരണം കാണത്തില്ല, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24 അങ്ങനെ വായിക്കുന്നു. അതെ, നിങ്ങൾ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. 1 യോഹന്നാൻ 3:14 നമ്മൾ വായിക്കുന്നു, മരണം വിട്ട് ജീവങ്കിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നമ്മളും ഇതുപോലൊരു നദി കടന്നു വന്നവരാ. നദി കടന്ന് അക്കരെ കടന്നു വരുന്ന എപ്പോഴും തിരുവചനത്തിൽ കാണിക്കുന്നു. അതേ രക്ഷയുടെ വഴികളിലേക്ക്, അതേ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുക. അത് യോർദാൻ കടന്നപ്പോൾ അവർ കനാൻ നാട്ടിൽ കയറി, ചെങ്കടൽ കടന്നപ്പോൾ അവർ മിസ്രയീമിനെ വിട്ടിട്ട് പുറത്തേക്ക് വരുവാൻ ഇടയായി തീർന്നു. നമ്മളൊക്കെ മരണം വിട്ട് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നമ്മളെ ദൈവം കടത്തിയിരിക്കുന്നു. ഒരിക്കൽ നമ്മൾ അന്യരായിരുന്നു, പരദേശികളായിരുന്നു, വാഗ്ദത്തമില്ലായിരുന്നു, ഉടമ്പടിയില്ലായിരുന്നു. നമ്മളെ വി വർ എലിനേറ്റഡ് എന്നാണ് വേദപുസ്തകം പറയുന്നത്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവര്. എന്നാൽ ഇന്ന് അബ്രഹാമിനെ പോലെ നദി കടന്ന് വന്നിരിക്കുകയാണ്. നമുക്ക് പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ലോത്ത് കിഴക്കോട്ടൊക്കെ പോയി, പക്ഷെങ്കില് അബ്രഹാം ഒരിക്കലും എങ്ങോട്ടും തിരിഞ്ഞില്ല. അബ്രഹാം പറഞ്ഞു, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട് പൊക്കളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അബ്രഹാമിന്റെ ആഗ്രഹം, നീ എന്നെ പിരിഞ്ഞു പൊക്കോ, പക്ഷെ നീ എങ്ങോട്ടേലും പിരിഞ്ഞു പോയാൽ നീ കനാൻ നാട്ടിൽ തന്നെ കാണുമല്ലോ. ഈ ഇവിടൊക്കെ അടുത്ത് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ഇടത്തോ വലത്തോ വടക്കോ തെക്കോ ഒക്കെ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള അപ്പനും അമ്മയൊക്കെ നമ്മള് വല്ലപ്പോഴൊക്കെ ഒന്ന് കണ്ടും കേട്ടും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ, കൊച്ചുമക്കളെയൊക്കെ കണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഈ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ വടക്കോട്ട് പോകണമെങ്കിൽ ഞാൻ തെക്കോട്ട് പൊക്കോളാം എന്ന് പറയുമ്പോ അബ്രഹാം കാണിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അതാ കനാൻ നാട് തന്നെയാ, നീ ദേശം വിട്ട് പോകണ്ട. പക്ഷെങ്കില് ലോത്ത് അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ ജഡത്തിന്റെ താല്പര്യം നിവർത്തിക്കേണ്ടതിന് അവന് എങ്ങോട്ട് പോയി? കിഴക്കോട്ട് പോയി എന്ന് നമുക്ക് കാണാനിടയായിട്ട് തീർന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോത്തും യൂഫ്രട്ടീസ് നദി കടന്നു വന്നവനാ, അബ്രഹാമും കടന്നു വന്നവനാ. പക്ഷെ അബ്രഹാമിനെയാണ് യഹൂദൻ എന്ന് പറയുന്നത്, ആദ്യത്തെ എബ്രായൻ എന്ന് പറയുന്നത്. ലോത്തിനെ ഒരിക്കലും എബ്രായൻ എന്ന് പറയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ലോത്തിന്റെ അകത്തില്ലായിരുന്നു എബ്രായൻ. ലോത്തിന്റെ അകത്ത് ഒരു പരിച്ഛേദന ഉണ്ടായിരുന്നില്ല. ലോത്തിന്റെ അകത്ത് ലോത്ത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നില്ല. എന്നാൽ അബ്രഹാം അങ്ങനെയായിരുന്നില്ല. അബ്രഹാമിന്റെ അകത്ത് തന്നെ അബ്രഹാമിന് ആ എബ്രായത്വം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ അകത്ത് ആ ജീവൻ വ്യാപരിച്ചിരുന്നു. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അബ്രഹാം ഒരിക്കലും തിരിഞ്ഞു പോകാനിടയായില്ല. ദൈവം കാണിച്ച വഴിയിൽ കൂടി കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക്
അബ്രഹാം ഇടങ്ങി യാത്ര പുറപ്പെട്ടു. അപ്രകാരം ഒരു യാത്രയല്ലേ ഇന്ന് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്ന, യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവന് ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഇനി തിരിഞ്ഞു നോക്കരുത്, ഇനി കിഴക്കോട്ട് യാത്ര പോകരുത്. അതേ, ദൈവത്തോട് കൂടെ ദൈവം നിൽക്കാൻ പറയുന്നിടത്ത് നിൽക്കുക. യാത്ര പുറപ്പെടാൻ പറയുമ്പോൾ പുറപ്പെടുക. മേഘം പൊങ്ങുമ്പോൾ കൂടാരം എടുത്തോണ്ട് അടുത്ത യാത്രയ്ക്ക് പൊയ്ക്കോണം. മേഘം നിൽക്കുമ്പോൾ അവിടെ കൂടാരം അടിച്ചോണം. അതൊരു പക്ഷേ വെള്ളമില്ലാത്തടമായിരിക്കാം, ഒരു പക്ഷെങ്കിൽ അവിടെ ഇറച്ചി ഉണ്ടായിരിക്കത്തില്ല, ഒരു പക്ഷെങ്കിൽ അവിടെ വിശക്കുന്ന സ്ഥലമായിരിക്കാം, ഒരു പക്ഷെങ്കിൽ അവിടെ യുദ്ധത്തിന് ശത്രുക്കൾ വരുന്നിടമായിരിക്കാം. പക്ഷെ ഒന്ന് നമുക്കറിയാം, അവിടെ മേഘം നിന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കണം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അബ്രഹാം എവിടെ താവളമടിച്ചു? 13-ാമത്തെ അധ്യായത്തിനകത്ത് അവിടെ അബ്രഹാമിനോട് ലോത്ത് പോയി കഴിഞ്ഞപ്പം പറഞ്ഞു, നീ ഇനി നോക്ക്, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടൊക്കെ നീ നോക്ക്, ആ സ്ഥലമെല്ലാം ഞാൻ നിനക്ക് തരും, ആ സ്ഥലമെല്ലാം ഞാൻ നിനക്ക് തരും എന്ന് അബ്രഹാമിനോട് പറയുകയാണ് ദൈവം. അപ്പോൾ നീ പുറപ്പെട്ട് ഇവിടെ എല്ലാം നീ സഞ്ചരിക്ക്, അവിടെ എല്ലാം നിനക്ക് തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ഒരു വലിയ വിസ്താരമുള്ളൊരു സ്ഥലമാണ് ദൈവം അബ്രഹാമിന് അവിടെ വാഗ്ദത്തം ചെയ്തു കൊടുത്തത്. നമുക്ക് കാണാം അതേതായിരുന്നു ആ സ്ഥലമെന്ന്. ഇന്നീ കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ്. എന്നാൽ ദൈവം അവിടെ അന്ന് അബ്രഹാമിനോട് പറഞ്ഞു, ഇന്നിവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് കണ്ട സ്ഥലം ഏതാണെന്നറിയാമോ? അതാണ് ഇത്രയും സ്ഥലമാണ് ദൈവം പറഞ്ഞത്. 15:18 ഇത്രയും സ്ഥലം ഞാൻ നിനക്ക് തരുമെന്ന്. ഈ യൂഫ്രട്ടീസ് നദി മുതല്, ഈ നദി മുതല് നൈൽ നദി വരെ, എഫ്രാത്ത് നദി മുതല് നൈൽ നദി വരെയും, ഈ സ്ഥലം മെഡിറ്ററേനിയൻ മുതല് ഈ സ്ഥലം വരെയുമുള്ള സ്ഥലം നിനക്ക് അവകാശമായിട്ട് തരും എന്നാ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ആ വാഗ്ദത്തം ഇന്നും നിലനിൽക്കുന്നു. ആരവകാശം പറഞ്ഞാലും ദൈവം പറഞ്ഞതൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാം അങ്ങനെ പോയി. എന്നിട്ട് 13-ാം വാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പില് വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം അബ്രഹാം പണിതു. ഇപ്പോൾ അബ്രഹാം എവിടെയാണ്? ഹെബ്രോനിൽ. അബ്രഹാം എവിടെയാണ്? മമ്രയുടെ തോപ്പില്. അവിടെ അബ്രഹാം എന്ത് ചെയ്തു? തന്റെ കൂടാരം നീക്കി അവിടെ അടിച്ചു. അബ്രഹാം മറ്റവിടെ ഒരു കാര്യം എന്ത് ചെയ്തു? അബ്രഹാം അവിടെ ആരാധിക്കാൻ വെറുതെ അവിടെ ആരാധിക്കാൻ പറ്റില്ല. അബ്രഹാം കല്ലുകൾ പെറുക്കി വെച്ചു. അബ്രഹാം അവിടെ ഒരു അധ്വാനം ചെയ്തു. തന്റെ കൈ കൊണ്ട് അബ്രഹാം ചിലതൊക്കെ അവിടെ ചെയ്തു. ഒരു യാഗപീഠം അബ്രഹാം പണിതു എന്നവിടെ എഴുതിയിരിക്കുന്നത്. അബ്രഹാം അവിടെ പാർത്തു. സാറയും അബ്രഹാം ഇന്ന് കാണുന്നത് പോലെയുള്ള ഹെബ്രോനിലെ പോലെ, ഇന്നത്തെ ഹെബ്രോൻ എന്നൊക്കെ പറഞ്ഞ ഇസ്രായേലിലെ ഹെബ്രോൻ അത് വളരെ ജനനിബിഡമായ ഒരു സ്ഥലമാണ്. അന്ന് വെറും മരുഭൂമി. അവിടെയാണ് അബ്രഹാം കൂടാരമടിക്കുന്നത്. സിറ്റി ലൈഫ് നോക്കി ലോത്ത് പോയപ്പോൾ അബ്രഹാം ഇവിടെ ഈ മരുഭൂമിയിൽ കൂടാരമടിക്കുക. ഹെബ്രോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫ്രണ്ട് എന്നാണ്, സഖിത്വം. ഫ്രണ്ട് എന്നാണ് ഹെബ്ബർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അബ്രഹാം ഇന്ന് എവിടെ ആയിരിക്കുന്നത്? ദൈവവുമായിട്ടുള്ള സഖിത്വം ഒന്ന് ഊട്ടി ഉറപ്പിക്കത്തക്കവണ്ണമുള്ള സ്ഥലത്ത് ഇന്ന് അബ്രഹാം ആയിരിക്കുന്നത്. അബ്രഹാമിന്റെ ഹൃദയത്തിലും ദൈവത്തിന്റെ ഹൃദയത്തിലും ഒറ്റൊരാഗ്രഹമുള്ളൂ, നമുക്ക് നമ്മുടെ സുഹൃത്ത് ബന്ധം ഒന്ന് ഉറപ്പിക്കണം, നമുക്കൊന്ന് കുറെ കൂടെ ഒന്ന് അടുക്കണം. നീ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെയല്ല, എനിക്കിനി നിന്നോട് കൂടുതൽ അടുത്തൊന്ന് ഇടപെടണം, നിന്നോട് അടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്റെ വാഗ്ദത്തം എന്തൊക്കെയാണെന്ന് എനിക്ക് നിന്നോടൊന്ന് തെളിയിച്ചൊന്ന് പറയണം, നിന്റെ ജീവിതവുമായിട്ട് എനിക്കൊന്ന് ഇടപഴകി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹെബ്രോനിൽ പാർക്കുന്ന അബ്രഹാം അതെ ഫ്രണ്ട്ഷിപ്പിലേക്ക്, ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പിലേക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്തിലേക്ക് ആയിരിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരനുസരണം അബ്രഹാമിനെ എവിടെ കൊണ്ടെത്തിച്ചു? ദൈവവുമായിട്ടുള്ള സഖിത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. മറ്റൊന്ന് നമ്മൾ കണ്ടു, അതെവിടെയാണ്? ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ. ഈ സ്ഥലത്തിന്റെ പേരിനെല്ലാം വളരെ അർത്ഥമുണ്ട്. യേശു കർത്താവ് പറഞ്ഞു അത് ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയോ പുള്ളിയോ ഒന്നും മാറിപ്പോകത്തില്ലെന്ന്. ന്യായപ്രമാണത്തിലുള്ളതും തിരുവചനത്തിലുള്ളതാണ് സ്ഥലത്തിന്റെ പേര്.
അതിന്റെയും വള്ളിയും പുള്ളിയും മാറിപ്പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ സ്ഥലത്തിന്റെ പേരെന്നുള്ളത്. ആ സ്ഥലത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാകും. മമ്രയുടെ തോപ്പിൽ. മമ്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്ട്രെങ്ത്, ഇറ്റ് ഇസ് എ പ്ലേസ് ഓഫ് ഫാറ്റ്നസ്. മേധസ്സുള്ള സ്ഥലമാണ്, അത് ബലം നിറയെ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അപ്രകാരമുള്ള ഒരു സ്ഥലത്താണ് അബ്രഹാം ആയിരിക്കുന്നത്. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, അവൻ ബലഹീനനായി പോയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഹെബ്രോനിൽ പാർത്ത സമയത്ത്. എന്നാൽ ഇന്ന് അബ്രഹാമിനെ മമ്രയുടെ തോപ്പിലാണ് ദൈവം പാർപ്പിച്ചിരിക്കുന്നത്. മമ്ര എന്നുള്ള വാക്കിൽ നിന്നാണ് മൂര് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്, മിർ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. മൂര് എപ്പോഴാണ്? കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് പൊന്നും മൂരും കുതിരുക്കവും കാഴ്ചവെച്ചു എന്ന് പറയുന്നത്. മൂരെന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കയ്പ. അതിൽ നിന്നാണ് മാറ വന്നിരിക്കുന്നത്. മാറ ബിറ്റർനെസ്. അതിൽ നിന്നാണ് മേരി എന്നുള്ള വാക്കും വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാല് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കയ്പിനകത്ത് അബ്രഹാം അനുഭവിക്കുന്ന ദൈവത്തോടുള്ള സഖിത്വം, അപ്പൊ അബ്രഹാം അനുഭവിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ഫാറ്റ്നസ്, മേധസ്, ബലം. മമ്രെ പിന്നെ മൂര് കാണിക്കുന്നത് എന്താണ്? കർത്താവ് യേശുക്രിസ്തുവിന്റെ ബെറിയലിനെ കാണിക്കുന്നു, അവന്റെ അടക്ക ശുശ്രൂഷയെ കാണിക്കുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ അഭിഷേകം ചെയ്യുന്നു. അത് അലബാസ്റ്റർ ബോക്സ്, ഒരു സ്ത്രീ സുഗന്ധദ്രവ്യം പൊട്ടിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഗോസ്പലിൽ വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ അത് കാണിക്കുന്നു. അതിന്റെ സൗരഭ്യം ആ മുറിയിലൊക്കെയും നിറഞ്ഞു നിന്നിരുന്നു. മൂര് കാണിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ അടക്കം. മറ്റൊന്ന് കാണിക്കുന്ന മാറ, കർത്താവ് യേശുക്രിസ്തുവിന്റെ സഫറിങ് കാണിക്കുന്നു. മമ്ര കാണിക്കുന്നു, അതേ ബലം, അതേ മേധസ് കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേർന്നൊരു സ്ഥലത്തായിരുന്നു അബ്രഹാം ആയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്തടത്തോട്ട് ടാറ്റ പറഞ്ഞ് ആര് പോയി? ലോത്ത് പോയി. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, ഇന്ന് നമ്മൾ ഹെബ്രോനിലാണോ ആയിരിക്കുന്നത്? അത് ഊരിന്റെ ദേശത്തേക്കൊന്ന് ഡയറക്ഷൻ വെച്ച് 1-2 സ്റ്റെപ്പെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടോ? അത് ഹെബ്രോനിൽ തന്നെയാണോ നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്? ഈ ഹെബ്രോനിൽ ഒരു പക്ഷെങ്കിൽ മാറായുടെ അനുഭവമുണ്ട്, ഈ ഹെബ്രോനിൽ കയ്പിന്റെ അനുഭവം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതേ ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആയിരിക്കുമെങ്കിൽ അത് അവന്റെ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ വ്യാപരിക്കും. അവന്റെ മേധസ്, അവനിൽ നിന്ന് ആ കൊഴുപ്പ്, ദൈവത്തിൽ നിന്നുള്ള ആ കൊഴുപ്പ്, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ച് അത് ദൈവവുമായിട്ട് അടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോദോമിലേക്ക് പോയവനൊക്കെ അതെ മരണത്തിനായിട്ട് വിലങ്ങിട്ടപ്പെട്ടവനായിട്ട് പോയി. ഇന്ന് അബ്രഹാം ആയിരിക്കുന്ന ഹെബ്രോനിൽ എന്തൊക്കെ സംഭവിച്ചു? നമുക്ക് ആകത്തുകയായിട്ട് പല അധ്യായങ്ങളിൽ നിന്ന് ഞാൻ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ അടർത്തിയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഹെബ്രോനിൽ താമസിക്കുന്നവന്, മമ്രയുടെ തോപ്പിൽ താവളമടിച്ചവന് അവിടെ ആരാധന വെളിപ്പെട്ട ഒന്നാമത്തെ കാര്യം. അവിടെ ഒരു യാഗപീഠം ഉണ്ടായി. നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്ട്രഗിൾ ആരാധിക്കാൻ. എന്റെ അകത്ത് നിന്ന് അതേ ആത്മാവിനൊരു ആരാധന ഉയർന്നു വരുന്നില്ല. കാരണം ഞാൻ ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലല്ല. ദൈവമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലുള്ളവന്റെ അകത്തു നിന്ന് ആരാധന ഉയർന്നു വരും, ആത്മാവിനൊരു ആരാധന വരും. അവിടെ അബ്രഹാം ആദ്യം ചെയ്തത് യാഗപീഠം പണിത് ആരാധനയ്ക്കായിട്ടുള്ള വട്ടവട്ടങ്ങൾ അവിടെ കൂട്ടി. വീണ്ടും നമുക്ക് കാണാം അബ്രഹാം അവിടെ കൂടാരമടിച്ച് ഹെബ്രോനിൽ സംഭവിച്ച കാര്യം. 13-ാമത്തെ അധ്യായത്തിൽ ദൂതന്മാർ അബ്രഹാമിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രഹാമിനോടുള്ള വാഗ്ദത്തം പറഞ്ഞു. അബ്രഹാമിനെ കൂടാരത്തിനകത്തു നിന്ന് പുറത്തിറക്കി. അതെ, അബ്രഹാം അവിടെ ആകെ ചുക്കിച്ചുളിഞ്ഞ്, അബ്രഹാം ആകെ നിരാശനായിട്ട്, അബ്രഹാം ഒരു ശൂന്യതയിൽ ഇരിക്കുക. നീ അവിടെ അങ്ങനെ ഇരിക്കേണ്ട, നീ ഹെബ്രോനിലാണ് ഇരിക്കുന്നത്, നീ ഇന്ന് മമ്രയുടെ തോപ്പിലാണ് ഇരിക്കുന്നത്. കയ്പ് നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ അകത്ത്? അതേ, എന്നാൽ ദൈവത്തിന്റെ മേധസ്സിലേക്ക് നിന്നെ ഞാൻ വിളിക്കുക. ദൈവത്തിന്റെ ഫാറ്റ്നസ് നിനക്ക് കാണണമെങ്കിൽ കൂടാരത്തിന്റെ പുറത്തിറങ്ങിയിട്ട് മുകളിലൂടെ നോക്കാൻ പറഞ്ഞു, ആകാശത്തിലേക്കൊന്ന് നോക്കാൻ പറഞ്ഞു. നക്ഷത്രങ്ങളെ കണ്ട് അതേ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ആ സ്ട്രെങ്ത് കടന്നു വരുന്ന കാണാൻ സാധിക്കുന്നു. ദൈവമായിട്ടുള്ള കൂട്ടുകെട്ട് അബ്രഹാമിന് അവിടെ അങ്ങ് ബലപ്പെടുവാനിടയായി തീർന്നു. അബ്രഹാം ആ കൂടാരത്തിൽ താമസിക്കുമ്പോൾ ജയത്തിന്റെ പല അനുഭവങ്ങളും അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ കൂടാരത്തിൽ താമസിക്കുമ്പോഴാണ് ലോത്ത് അവിടെ പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത അബ്രഹാമിന്റെ ചെവിയിലെത്തുന്നത്. കൂടാരം വിട്ടിട്ട് അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്ന 318 പേര് അബ്രഹാമിന്റെ വീട്ടിൽ അത് ജനിച്ചു വളർന്നവരെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അബ്രഹാം ഒരു സോൾ വിന്നർ ആയിരുന്നു. ദൈവത്തോട് സമത്വമുള്ള, ദൈവത്തോട് സഖിത്വം, ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരുവന്റെ കൂടാരത്തിനകത്ത് ദൈവം അത് ആത്മാക്കളെ കൊണ്ടുവരും. ദൈവം ആത്മാക്കളെ കൊണ്ടുവരും.
അബ്രഹാം ഒരുപാട് ആത്മാക്കളെ നേടിയവരാ. അബ്രഹാമിന് മക്കളില്ലെന്ന് ഓർക്കണം. ഇസ്ഹാക്ക് പറഞ്ഞിട്ടില്ല. ഇസ്മായില് പിന്നെ അവരുടെ ഒരു ഇസ്മായിലിനെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചവരെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അബ്രഹാമിന് ആത്മാക്കളുടെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ലോത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഈ ഹെബ്രോനിൽ പാർക്കുന്ന അബ്രഹാമിന് ജയത്തിന്റെ പേര് മുഴക്കാൻ ആ കൂടാരത്തിനകത്ത് ശൂന്യതയാണ് എങ്കിൽ പോലും ആ കൂടാരത്തിനകത്ത് ജയത്തിന്റെ പേര് മുഴക്കാൻ ദൈവം ഇടയാക്കി. കാരണം എന്താ? അബ്രഹാം ഹെബ്രോനിലായതുകൊണ്ട്, അബ്രഹാം മമ്രയുടെ തോപ്പിലായതുകൊണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, അതെ അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയ, നിന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലേ, നിന്റെ കൈ നീ നിരായുധനായിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ നിന്റെ പരിചയ. അവിടെ ആ കൂടാരത്തിൽ പാർക്കുമ്പോഴാണ് 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, വന്നേ നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി, എനിക്ക് നിന്നും നീയുമായിട്ടൊന്ന് ഒരു നല്ല അടുത്ത ബന്ധത്തിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞ് മൃഗങ്ങളെ പിളർന്നു വെച്ചൊരു കവനന്റിലേക്ക് പ്രവേശിക്കുന്നത്. ഹെബ്രോനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്നറിയാമോ? ഹെബ്രോനിൽ താമസിക്കുമ്പോഴാണ് പറയുന്നത്, നീ പരിച്ഛേദന ഏൽക്കണം. ഇറ്റ്സ് എ പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ഇപ്പൊ അബ്രഹാം ആയിരിക്കുന്നത്. വേദനയിൽ കൂടി അബ്രഹാം കടന്നു പോവുകയാണ്. ഉടമ്പടിയുടെ അടയാളമായ സർക്കംസിഷൻ നടക്കുന്നത് അബ്രഹാം ഹെബ്രോനിൽ പാർക്കുമ്പോഴാ, മമ്രയുടെ തോപ്പിൽ പാർക്കുമ്പോഴാ. അബ്രഹാമിന് അവിടെ ശൂന്യതയുണ്ട്, അബ്രഹാമിന് ബലഹീനതയുണ്ട്, അബ്രഹാമിന് അൺപ്രൊഡക്റ്റീവ്നെസ്, ഫലമില്ലാഴിക. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു സാധ്യതയുമില്ല. നാളെ ആരാ എനിക്കൊരു അവകാശി? അതെ, അബ്രഹാം പറഞ്ഞു, എലിയാസർ ഉണ്ടല്ലോ, അത് മതി, ഞാൻ തൃപ്തിപ്പെട്ടോളാം. വേറൊരു സമയത്ത് പറഞ്ഞു, ഇസ്മായിൽ ജീവിക്കട്ടെ, അതും അബ്രഹാം പറഞ്ഞു. അതിലൊക്കെ തൃപ്തിപ്പെടാൻ അബ്രഹാം തയ്യാറായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എനിക്കിതേ ഉള്ളു, എനിക്കിത് മതി, ഇതൊക്കെ മതി കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം പറയുന്നു, അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക്, ആ ഹെബ്രോനിൽ പാർക്കാനായിട്ട് ഞാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ, അതേ നിനക്ക് ഉള്ള അല്പം കൊണ്ട് തൃപ്തിപ്പെടാനുള്ള വാഗ്ദത്തം ഞാൻ തന്നിട്ടുള്ളതിനെ നിന്നെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നിന്റെ അകത്തുനിന്നൊരു സന്തതി പുറപ്പെടും, സന്തതിയല്ല സന്തതികൾ പുറപ്പെടും. ആ സന്തതിയിൽ ഒരു മശിഹ തന്നെ കടന്നു വരാനിടയായിട്ട് തീരും. കാരണം മറ്റൊന്നുമല്ല, അബ്രഹാം ഹെബ്രോനിൽ. എന്റെ വിഷയം അതാ, അബ്രഹാം ഹെബ്രോനില്. ഈ കൂടാരത്തിനകത്ത് സംശയത്തിന്റെ തിരമാലകളൊക്കെ ഉയർന്നു വന്ന് ഈ കൂടാരത്തിനകത്ത് സാറ പാത്തു നിന്ന് ചിരിച്ചു. സാറ ഭയപ്പെടേണ്ട എന്ന ദൂതന്മാര് പറഞ്ഞു. മരണത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ശരീരം മരിച്ചതിന് തുല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ സാറയ്ക്ക് അവിടെ ഉണ്ടായി, അബ്രഹാമിനുണ്ടായി. എന്നാൽ ദൈവം വിട്ടുകളഞ്ഞില്ല. കൂടാരത്തിന്റെ വാതിൽക്കല് അതേ 3 ദൈവത്തിന്റെ ദൂതന്മാര് വന്നു നിന്നു. അത് ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ തിയോഫനിയാണ്. ആ കാലങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. അപ്രകാരമുള്ളത് ഹെബ്രോനിൽ പാർക്കാൻ തയ്യാറായാല് നമ്മുടെ കൂടാരത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതന്മാർ വരും. ഈ കൂടാരത്തിനകത്ത് പല പരാജയത്തിന്റെ തിരമാലകൾ നമ്മൾ കണ്ടെന്നിരിക്കും. പക്ഷെങ്കിൽ എന്റെ കൂടാരത്തിന്റെ മുമ്പില് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ഇവിടെ ഇറക്കുക തന്നെ ചെയ്യും. എന്റെ മരണത്തെ ജീവനാക്കി തരും. തന്നെയുമല്ല, അതേ സ്വർഗത്തിൽ നിന്ന് ശബ്ദം വരും. എന്താണെന്നറിയാമോ? യഹോവയ്ക്ക് അബ്രഹാമിനോട് ഞാൻ വല്ലതും മറച്ചു വെക്കുമോ? നോക്കണം ഇപ്പൊ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ. ഉൽപ്പത്തി 18:17 പറയുന്നു, യഹോവ അരുളി ചെയ്യുന്ന ഇങ്ങനെ, ഞാൻ ചെയ്യാനിരിക്കുന്നത് ഞാൻ അബ്രഹാമിന് മറച്ചു വെക്കുമോ? ഞാൻ അബ്രഹാമിന് മറച്ചു വെക്കുമോ? ഇപ്രകാരം ശൂന്യതയുള്ള ആ ഹെബ്രോനിലെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വന്ന് മുഴങ്ങി. എന്താണെന്നറിയാമോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് അപ്രകാരം ഒരു ശൂന്യതയുടെ അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ആസ് ഫാർ ആസ് വി ആർ ഇൻ ഹെബ്രോൻ, കണ്ടീഷണൽ നമ്മൾ ഹെബ്രോനിലാണെങ്കിൽ, നമ്മൾ ആ മമ്രയുടെ തോപ്പിലാണെങ്കിൽ, നമ്മൾ ഊരിന്റെ ദേശത്തേക്കൊന്നും ഉന്നം വെച്ചിട്ടില്ല എങ്കിൽ, നീരോട്ടമുള്ളിടത്തേക്ക് നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ല എങ്കിൽ, അതെ ഇല്ല എങ്കിൽ ദൈവത്തിന് നമ്മളോടൊരു കാര്യം പറയാനുണ്ട്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ട്? നമ്മളോട് ദൈവം വല്ലതും മറച്ചു വെക്കുമോ? അബ്രഹാമിനോട് പറയുന്നു, അതെ ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ? എന്തായിരുന്നു ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് അബ്രഹാമിനോട്? അങ്ങോട്ട് ചിന്തിച്ചിട്ട് എനിക്ക് അതിന്റെ ആഴം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, യോഹന്നാൻ 15:14-15 വാക്യത്തില്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താല് നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. ഇന്ന് ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുക.
ഞാൻ സ്നേഹിതനാ കർത്താവേ, ഞാൻ വരുന്നു. അങ്ങനെ നമുക്ക് സ്നേഹിതനാവാൻ പറ്റത്തില്ല. ഞാൻ നദി കടക്കണം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം, ചിലതിനെ വിട്ട് പുറപ്പെടണം, ഞാൻ വിട്ട് പുറപ്പെടണം. ഞാൻ പഠിച്ചത് ഇങ്ങനെ, ഞാൻ എൻ്റെ അപ്പന്റെ മാർഗം ഇങ്ങനെയായിരുന്നു, എന്റെ പിതാക്കന്മാർ പഠിപ്പിച്ചത് ഇങ്ങനെയാ. അബ്രഹാം തന്റെ പിതാക്കന്മാർ പഠിപ്പിച്ചതൊക്കെ അബ്രഹാം അവിടെ വെച്ച് കുഴിച്ചു മൂടിയിട്ട് അബ്രഹാം പോന്നു. എന്നാൽ പിതാക്കന്മാർ പഠിപ്പിച്ചതൊക്കെ ഇച്ചിരിച്ച് ചിരണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് ആര് പോയി? ലോത്ത് പോയി. അതുകൊണ്ട് ലോത്തിന്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങള് ശപിക്കപ്പെട്ട 2 തലമുറ ഉണ്ടാകാനിടയായി തീർന്നു. എന്നാൽ ദൈവം അതിന്റെ നടുവിൽ, ആ ഇരുട്ടിന്റെ നടുവിലും ഒരു പ്രകാശത്തിന്റെ കിരണം കയറ്റിവിട്ടു. ഇങ്ങനെ ഒരു ഹെബ്രോനിൽ പാർക്കാനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിലൊന്ന് കൊടുക്കാനായിട്ട് പറ്റുമോ? യോഹന്നാൻ സുവിശേഷം 15:14 വായിക്കുന്നു, കർത്താവ് പറയുന്നു, നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് പറയത്തില്ല. എന്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് അറിയിച്ചിരിക്കുന്നു. ഈ വചനം മുഖാന്തരം നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവ് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് കേട്ട് ഊവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന്റെ സ്നേഹിതന്മാരാ. യേശു പറഞ്ഞു, നിങ്ങൾ ഇനി എന്റെ ദാസന്മാരല്ല. ഒരുപാട് പുരുഷാരം കടന്നു വന്ന് അവര് രോഗസൗഖ്യം പ്രാപിച്ചു, അവര് ആശ്വാസം പ്രാപിച്ചു, അവർക്ക് വിശന്നപ്പോ അപ്പം കിട്ടി. അവരെയൊന്നും സ്നേഹിതന്മാരെന്ന് എന്റെ കർത്താവ് പറഞ്ഞില്ല. അതൊക്കെ അനുഗ്രഹമാ. ഹല്ലേലൂയ. എന്തിയായിരുന്നു ആ പുരുഷാരമൊക്കെ? എവിടെ പോയി? അവരൊക്കെ എവിടെ പോയി? അവര് തന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പം പറഞ്ഞു, ഇവനെ ക്രൂശിക്കാന്ന്. എന്നാ ക്രൂശോളം അനുഗമിച്ചൊരു ശിഷ്യനുണ്ടായിരുന്നു, യോഹന്നാൻ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. യേശു പറയുന്നു, ശിഷ്യന്മാരോടാ പറഞ്ഞത്, എന്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഞാൻ എന്റെ സ്നേഹിതന്മാരെന്നാ വിളിക്കുന്നത്. 25-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവയുടെ സഖിത്വം. യഹോവയുടെ സഖിത്വം, ആ വാക്കൊക്കെ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ പഠിക്കണം. യഹോവയുടെ ഫ്രണ്ട്ഷിപ്പ് തന്റെ ഭക്തന്മാർക്കുണ്ടാകും. 25-ാം സങ്കീർത്തനത്തിന്റെ 13-14 വാക്യത്തില് അവൻ സുഖത്തോടെ വസിക്കും. ആര്? ഈ അബ്രഹാമിനെ പോലെ വിട്ടിറങ്ങി വന്നവൻ, അബ്രഹാമിനെ പോലെ ഈ കൂടാരത്തിൽ വസിക്കുന്നവന്, ഈ അബ്രഹാമിനെ പോലെ പലപ്പോഴും എല്ലാ ശൂന്യതയുടെ നടുവിൽ വസിക്കുന്നവന്, ഈ അബ്രഹാമിനെ പോലെ മമ്രയുടെ തോപ്പിൽ വസിക്കുന്നവനെ കുറിച്ച് ദൈവത്തിന് പറയാനുണ്ട്. അവൻ സുഖത്തോടെ വസിക്കുമെന്ന്. ലോകം നോക്കുമ്പോൾ അവന് പിന്നെ ചുളുങ്ങിയ അവസ്ഥയിൽ, ലോകം നോക്കുമ്പോൾ ഒരു സന്തതിയില്ല, ലോകം നോക്കുമ്പോൾ മരുഭൂമിയിലുള്ള താമസം, ലോകം നോക്കുമ്പോൾ സ്വന്തമായൊരു വീടില്ല, കൂടാരം മാറ്റി അടിക്കും. ദൈവത്തിന് അവനെ നോക്കി പറയാനുണ്ട്, അവനെ ഞാൻ സുഖത്തോടെ വസിപ്പിക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. 25-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം അത് അബ്രഹാമിനോട് ചേർത്ത് വെക്കാൻ പറ്റുമത്. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ഞാൻ കാണിച്ചില്ല, ഇപ്പോഴാ കാണിച്ച ദേശം. ദൈവ 15-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി 15-ൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. നമ്മളുടെ ദേശം ഇന്ന് ഏതാ? 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നമ്മുടെ ദേശം ഇവിടെയല്ല, മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അളവുനൂൽ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. നമുക്ക് സ്വർഗീയ ദേശത്ത്, നമുക്ക് സ്വർഗ രാജ്യത്തില് അവിടെ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അവൻ തന്റെ ഉടമ്പടി അവരെ അറിയിക്കുന്നു. ദൈവം വീണ്ടും നമ്മളെ ഓർപ്പിക്കും, എന്റെ കുഞ്ഞേ, എനിക്ക് നിന്നോടൊരു ഉടമ്പടിയുണ്ട്. നീ വലിയ ബലവാനായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഉടമ്പടി ചെയ്തത്. എന്നാൽ ബലവാനായ ഞാൻ, ഒരു ബലവുമില്ലാത്ത മണ്ണായ നിന്നെക്കുറിച്ച് നിന്നോട് ചേർത്ത് ഞാനൊരു ഉടമ്പടിയിലേക്ക് കടന്നിരിക്കുക. ഇനി ആ ഉടമ്പടി ബന്ധത്തിൽ നീ ജീവിക്കണം. പുത്രന്റെ രക്തം നിനക്ക് തന്നിരിക്കുക. പുതിയ റിന്യൂഡ് ഉടമ്പടി നിനക്കുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എന്റെ വചനങ്ങൾ എഴുതിയിരിക്കുക. എന്നെ അനുസരിക്കുന്നവർ, അങ്ങനെയല്ലേ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ. കർത്താവ് യേശു ക്രിസ്തു ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നമ്മുടെ മുമ്പിൽ എത്രയോ കാര്യങ്ങൾ കൽപ്പിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
അവന് കൽപ്പിക്കുന്നത് ചെയ്യുന്നവന് യഹോവയുടെ സഖിത്വമുണ്ട്. ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ആടുമാട് നഷ്ടപ്പെട്ടു, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, വേണ്ട തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, വീട്ടിൽ നിന്നും ഇയ്യോബ് പുറത്ത്. ഇയ്യോബ് ഒരു ഓട്ട് കഷ്ണം കൊണ്ട് ചിരണ്ടിയിരിക്കുന്ന ഇയ്യോബ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? 29 ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 3-4 വാക്യത്തിൽ ഇയ്യോബ് പറയുന്നു, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു എന്ന്. ഞാൻ സുഖകാലത്തൊക്കെ ഇരുന്നപ്പോൾ അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടിയാ നടക്കുമ്പോൾ അവന്റെ വെളിച്ചം എനിക്കുണ്ട്. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കും. ഇയ്യോബ് എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവത്തെ തള്ളി പറയാഞ്ഞത്? ഇയ്യോബ് ഇന്നൊരു കൂടാരത്തിനകത്ത് കാര്യം ഇയ്യോബിനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുക, ക്വാറന്റൈൻ ചെയ്തിരിക്കുക. ഇയ്യോബിന്റെ കൂടാരത്തിന്റെ വാതുക്കൾ ഭാര്യ എല്ലാം വെച്ചു കൊടുക്കും. വേറെ പാത്രവും പ്ലേറ്റും സ്പൂണും ഒക്കെ ആയിരിക്കും ഇയ്യോബിന്റെ അടുത്തൊന്നും ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. ഒന്നാമത് നാറും, രണ്ടാമത് ഇത് പകരുമോ എന്നുള്ള പേടി. പക്ഷെങ്കിൽ ഇയ്യോബ് ഇങ്ങനെ ഒരു കൂടാരത്തില. ഇയ്യോബിനൊന്ന് പറയാനുണ്ട്, എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യതയുണ്ട്, എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യതയുണ്ട്, സർവശക്തൻ എന്നോട് കൂടെ വസിക്കും. ഇയ്യോബ് 29:3-4 3-4 വാക്യത്തില് 4-ാം വാക്യം, എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയുണ്ട്, സർവശക്തൻ എന്നോട് കൂടെ വസിക്കും. ഭാര്യ പോലും തള്ളി പറഞ്ഞിട്ട് നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചാവ എന്ന് പറഞ്ഞിട്ടും ഇയ്യോബ് പറയുന്നു, എന്റെ കൂടെ വസിക്കുന്നവന് ഈ ചൊറിയും ചരങ്ങും ഒക്കെ ചിരണ്ടിയൊക്കെ ഞാൻ ഇരിക്കുവാണെങ്കിൽ എന്റെ കൂടെ വസിക്കുന്ന, എനിക്ക് സ്നേഹിതനായിട്ട് എനിക്ക് സഖ്യതയുള്ള ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ഹെബ്രോന്റെ പ്രത്യേകതയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ഹെബ്രോനിലാണോ? ഇങ്ങനൊരു മമ്രയുടെ തോപ്പിലാണോ? കയ്പൊക്കെ കാണും കേട്ടോ, പക്ഷെങ്കില് ദൈവം നമുക്ക് അവിടെ സഖിത്വം തരും. നമ്മുടെ ഇരുട്ടിന്റെ നടുവില് വെളിച്ചം അവൻ ഉദിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഹെബ്രോൻ ഇസ്രായേൽ മക്കൾക്ക് ഭാഗം വെച്ച് കൊടുത്തപ്പോഴേ ഈ ഹെബ്രോൻ ആർക്ക് കിട്ടിയെന്നറിയാമോ? ഹെബ്രോന്റെ ഭാഗം കിട്ടിയത് കാലേബിന് കിട്ടി. കാലേബ് ആരാന്നറിയാമോ? കാലേബ് ഇസ്രായേൽ ഗോത്രത്തിലുള്ള ഒരാളായിരുന്നില്ല. കാലേബ് കെനിസ്യനായ യെഫുന്നയുടെ മകനായ കാലേബ് എന്നാണ് വേദോസ്തം നമ്മളെ പഠിപ്പിക്കുന്നത്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അതിൽ വായിക്കുന്ന കാലേബ് കെനിസ്യനാ. കാലേബ് ഒരു ജെന്റൈലായിരുന്നു, കാലേബ് ഒരു ജാതീയനായിരുന്നു. ആ ജാതീയനായ കാലേബ് ഇസ്രായേലിനോട് ഗ്രാഫ്റ്റഡ് ആയി കഴിഞ്ഞപ്പം കാലേബ് യഹൂദ ഗോത്രത്തിലേക്ക് കടന്നു വന്നു. ആ വന്ന കാലേബിന് ഹെബ്രോൻ അവകാശമായിട്ട് കിട്ടി. നോക്കണം, ഇന്നൊരു അബ്രഹാമിന് മാത്രമല്ല ഹെബ്രോനിൽ ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളുമായിരിക്കുന്ന അതെ ജാതികളായിരിക്കുന്ന ഈ ദേശത്തിന് പുറത്തായിരിക്കുന്ന നമുക്കിന്ന് ഹെബ്രോനിൽ താമസിക്കാനായിട്ട് അതെ നമ്മളെ കുറിച്ചുള്ളൊരു പ്രവചനം അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഹെബ്രോൻ ഇന്ന് വരെ കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായിട്ട് പറ്റി നിന്നത് കൊണ്ട്. ഇന്ന് ഈ ദൈവത്തോട് നമുക്കൊന്ന് പറ്റി നിൽക്കാം. അവന്റെ സഖിത്വത്തിൽ നമുക്കൊന്നായിരിക്കാം. ഒരു ലോത്തിനെ പോലെ യാത്രയിൽ നമ്മളായിരിക്കുവാണോ, അതോ നമ്മളിന്ന് ഹെബ്രോനിലാണോ ആയിരിക്കുന്നത്? നമുക്ക് ഹെബ്രോനിൽ ഒരു യാഗപീഠം ഉണ്ടോ? ഹെബ്രോനിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്റെ ജീവിതത്തിൽ ഒരു യാഗപീഠം ഉണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിൽ ഒരു ആരാധന ഉണ്ടായിരിക്കണം. ദൈവം അല്ലാത്തതിനെയൊക്കെ ആരാധിച്ച് നടന്നിട്ട് ഞാൻ ഹെബ്രോനിലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹെബ്രോനിലല്ല. തിരുവചനം നമ്മളത് പഠിപ്പിക്കുന്നില്ല. ഞാൻ ഇവിടെ ആയിരിക്കാം അവിടെയും ആയിരിക്കണം, ഒരിക്കലുമില്ല. ഞാൻ വസിക്കേണ്ട ഒരു കൂടാരമുണ്ട്, ഞാൻ നിങ്ങളും വസിക്കേണ്ട ഒരു ഹെബ്രോനുണ്ട്. പലതിന്റെ പിന്നാലെ നടന്നിട്ട്, പല ദൈവങ്ങളുടെ പിന്നാലെ നടന്നിട്ട്, പല മധ്യസ്ഥന്മാരുടെ പിന്നാലെ നടന്നിട്ട് ഒരിക്കലും ഒരു ഹെബ്രോനിലല്ല. എന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം അങ്ങനെയാ പറയുന്നത്. നമുക്കിന്ന് ഹെബ്രോനിൽ പാർക്കാം. ഊരിന്റെ ദേശത്തോട്ട് തിരിഞ്ഞു പോലും നോക്കണ്ട. ഒരാഴമായ ഒരു സഖിത്വത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഈ ലോത്ത് പോയിട്ട് ലോത്തിനെ എന്നിട്ടും ദൈവത്തിന്റെ കരുണയാൽ ദൂതന്മാർ പിടിച്ചോണ്ട് വന്ന് അവിടുന്ന് രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ മലയിലോട്ട് ഓടിപ്പൊക്കോളാൻ പറഞ്ഞു. ലോത്ത് പറഞ്ഞു, ഓ മല വരെ ഒന്നും പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്തൊരു ചെറിയ പട്ടണമുണ്ട്. ചെറിയ
ഒരു വലിയ പട്ടണത്തിൽ നിന്ന് ഇനിയും ചെറിയ പട്ടണത്തിലോട്ട് പോകാൻ. എന്നോട് ദൈവമേ നിനക്ക് കരുണ തോന്നിയല്ലോ, ലോത്ത് ഇങ്ങനെയാ പറയുന്നത്, എന്നോട് കരുണ തോന്നിയല്ലോ, ഇനി ഞാൻ ഈ ചെറിയ പട്ടണത്തിലോട്ടൊന്ന് പൊക്കോട്ടെ. ഇന്ന് ഞാനും നിങ്ങളും ചില സമയത്തൊക്കെ അങ്ങനെ, ദൈവം എന്നെ വലിയ നാശത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, ഞാൻ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടല്ലോ, ഇനി ചെറിയ കൊച്ചു കൊച്ചു പട്ടണങ്ങളൊന്നും ഓക്കെയാണ്, കൊച്ചു കൊച്ചു പട്ടണത്തിൽ ഞാൻ കേറിക്കോട്ടെ. ഒരു പക്ഷെങ്കില് ഈ ലോത്ത് ആ മലയിൽ ആ പർവ്വതത്തിൽ കയറി പോയിരുന്നെങ്കിൽ ഈ മോവാബിരും അമ്മോന്യരും ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ആ പർവ്വതത്തിൽ കയറി പോയിരുന്നെങ്കിൽ പെൺമക്കൾക്ക് നല്ല വീട്ടിൽ നിന്ന് ബന്ധുത ഇറങ്ങി വന്നേനെ. ഈ ലോത്ത് അടുത്തുള്ള ചിന്ന ചിന്ന പട്ടണത്തിൽ കയറി പോയത് കൊണ്ട് എന്തു പറ്റി? ഇന്ന് നമ്മളുടെ യാത്ര എങ്ങോട്ടൊക്കെയാ? നമ്മൾ ഇന്ന് എവിടെ സെറ്റിലായിരിക്കുന്നത്? എന്നിട്ടും അങ്ങനെ യാത്ര പോയവനെ തേടിപ്പോകുന്ന ദൈവത്തിന്റെ കരുണ. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. എബ്രായർക്ക് ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അങ്ങനെ അബ്രഹാം വിശ്വാസത്താൽ യാത്ര ചെയ്യുക. അബ്രഹാം വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നു. 11-ാമത്തെ അധ്യായത്തിന്റെ വചനങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. ഇറങ്ങിപ്പോയ ഒരു അബ്രഹാം എവിടേക്ക് ഉന്നമില്ലാതല്ല പോയത്, പിന്നെയോ ദൈവമായിട്ടുള്ള ഒരു ആഴമേറിയ സഖിത്വത്തിലേക്ക് അബ്രഹാം ഇറങ്ങിപ്പോയത്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നതെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്നതുപോലെ അവൻ പാർത്തു. അവന്റെ കൂടാരത്തിൽ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ അവൻ പാർത്തു. അവന്റെ മക്കളോടും കൊച്ചുമക്കളോടും കൂടി അവൻ കൂടാരത്തിനകത്ത് പാർത്തു. നമുക്കിന്ന് ഹെബ്രോനിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളം വിട്ടാൻ